ഇവിടെ ഇരിക്കുന്ന ബീജായൻ, ബിനു തമ്പി, ഇവരുടെ അപ്പച്ചൻ അല്ലെങ്കിൽ ഇവരുടെ പിതാവ് മൈസൂർ കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് കയറ്റി 12 മണി വരെ എന്നോട് വചനം പറഞ്ഞിട്ട് എന്റെ തല കൈവച്ചിട്ട് ഒരു ലീഡർഷിപ്പിന്റെ അഭിഷേകം, ഒരു അപ്പോസ്തലിക അഭിഷേകം ഞാൻ നിന്റെ മേൽ കൈമാറുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്തില്ല എന്നെ സഭയെ ദൈവം വളർത്തു വന്നിട്ട് തമ്പിച്ചേനോട് പറഞ്ഞു, മോനെ ഇറങ്ങി മുട്ട നിൽക്കാൻ പറഞ്ഞു. ഇറങ്ങി ഞാൻ മുഴങ്കാലിൽ നിന്നു. മുഴങ്കാലിൽ നിന്നപ്പോൾ മുതൽ എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് എന്താണെന്നറിയത്തില്ല. തമ്പിച്ചാൻ കട്ടിൽ എന്ന് എഴുന്നേറ്റ് എൻ്റെ അടുക്കലേക്ക് വന്ന് 2 കരങ്ങൾ മേലോട്ട് ഉയർത്തി അവൻ ആത്മനിറവിൽ ഈ മനുഷ്യൻ വിറക്കുന്നത് കണ്ടു. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, ഈ മുറിക്കകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്താ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞ് എന്റെ തലയിലേക്ക് തമ്പിച്ചൻ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് ഇവന്റെ മേൽ വീഴട്ടെ. ഞാൻ തെറിച്ച് ഒരു മൂലക്കോട്ട് പോയി വീണ് അവൻ അവിടെ കിടന്ന് ഞാൻ ആത്മാവിൽ നീന്തി തുടിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയണോ അവൻ എന്തൊക്കെ സംഭവിച്ചു എന്നെനിക്കറിയത്തില്ല. അല്പസമയം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തമ്പിച്ചാന്റെ കൂർക്കം വലിയേക്ക. അവൻ തമ്പിച്ചാൻ നല്ല ഉറക്കമാണ്. ഞാൻ എഴുന്നേറ്റിട്ട് എനിക്ക് ഇരിക്കാൻ ഒക്കുന്നില്ല. എന്റെ തല മുതൽ പാദം വരെ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. അന്ന് പാസ്റ്റേഴ്സ് മീറ്റിംഗ് രാവിലെ കയറി ചെന്നപ്പോൾ പാസ്റ്ററിനോട് തമ്പിച്ചാൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൽക്കോ. എഴുന്നേറ്റ് നിന്നത് അതിനകത്ത് ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ സഭയുടെ ചരിത്രം മാറാൻ തുടങ്ങി. ഈ പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അങ്ങനെ ഒരു അഭിഷേകം ഈ പകൽ ഇതിന്റെ മേൽ ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന എത്ര അഭിഷിക്തന്മാരുണ്ട്? ഇല്ല, ഞാൻ കൈവെക്കുമ്പോഴല്ല, ഇതിനകത്തിരിക്കുന്ന അതിശക്തന്മാരായ ദൈവിക അഭിഷിക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഈ പകൽ ഈ പന്തലകത്ത് ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് ആരാധിച്ച് ഈ 3ാമത്തെ ദിവസം ഉയർപ്പിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്ന പോരാ ആര് കാണികളായിരിക്കരുത്. പോരാ, ഇത് ഫയർ കോൺഫറൻസ് ആണ്. ആത്മാവിന്റെ നിറവ് ദൈവജനം പ്രാപിക്കട്ടെ. ആരാധിക്കാൻ മനസ്സുള്ള ദൈവജനം ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുക. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവകൃപ ചലിക്കട്ടെ. നല്ലതേ 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 വരികയുള്ളൂ നിനക്ക്. നല്ലതേ 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 വരികയുള്ളൂ. ഒന്ന് പറയാമോ? നല്ലതേ 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 വരികയുള്ളൂ നിനക്ക്. നല്ലതേ 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 വരികയുള്ളൂ. നല്ല ചിരിച്ച മുഖത്തോട് പറ, എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ എന്ന് പറ. എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ എനിക്ക്. നല്ലതേ എനിക്ക് നല്ലതേ നല്ലതേ വരികയുള്ളൂ. ഇത് ചർച്ചിൽ പാടി ആഴ്ച കള്ളം കയറി ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് കീബോർഡും റിതം പേഡും എല്ലാം കട്ടണ്ടുപോയി. അമ്മേ, എന്റെ ചർച്ചിലെ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ തന്നെ വേണം. പാടിയപ്പോഴോ ഓർത്തതാ അറ്റ്ലീസ്റ്റ് കീബോർഡെങ്കിലും കൊണ്ടുപോകുമെന്ന്. എല്ലാം അടിച്ചോണ്ട് പോയി. പിശാച് ചോദിച്ചു, ഇനി എന്നെ പാടും? അന്ന് പാടിയ പാട്ടുണ്ട്, കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. കീബോർഡ് പോയാലും കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അതോ കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അതുകൊണ്ട് നല്ലതേ 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 വരികയുള്ളൂ എനിക്ക്. നല്ലതേ 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 വരികയുള്ളൂ. നിരാശ എന്ന് പുറത്തു പറഞ്ഞു. ഇത് പാടിക്കൊണ്ടിരുമ്പോൾ ഒരു ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ജപ്തി വന്നു. സന്തോഷമായി.
അപ്പൊ അടുത്തവർ ഞങ്ങൾ പാടി. ജത്തി വന്നാലും സ്വത്തു പോയാലും, പറ, ജത്തി വന്നാലും സ്വത്തു പോയാലും നല്ലതേ വരികയുള്ളൂ. അതുകൊണ്ട് നല്ലതേ 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 വരികയുള്ളൂ. പറ, നല്ലതേ 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 വരികയുള്ളൂ. രോഗം വന്നാലും ക്ഷീണം വന്നാലും നല്ലതേ വരികയുള്ളൂ. എന്തു വന്നാലും, അതാ, രോഗം വന്നാലും ക്ഷീണം വന്നാലും നല്ലതേ വരികയുള്ളൂ. ശക്തിയോടെ പറ, നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. കൂടുമേ കൂടുമേ ഉന്മാലെ എല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ലേ. കൂടുമേ എല്ലാം കൂടുമേ, ആമേൻ. ഉമ്മാലെ എല്ലാം സന്തോഷത്തോടെ പറയേ. കൂടാതത് ഒന്നുമില്ല, ഉമ്മാൽ കൂടാതത് ഒന്നുമില്ല. കൂടുമേ. കൂടുമേ എല്ലാം കൂടുമേ, ഉമ്മാലെ എല്ലാം കൂടും. കൂടാതത് ഒന്നുമില്ല, ഉമ്മാൽ കൂടാതത് ഒന്നുമില്ല. തിരുവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെച്ചിട്ട് ആമേൻ ശുശ്രൂഷയിൽ ആമേൻ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 20-ൽ പരം വർഷമായി അനവധി രാജ്യങ്ങളിൽ ദൈവം എന്നെ അഴക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, സഭയെ ദൈവം വളർത്തുന്നു, ആത്മാക്കളെ ദൈവം തരുന്നു. ആമേൻ. എല്ലാ ഞായറാഴ്ചയും പുതിയ ആളുകളെ ദൈവം കൊണ്ടുവരുന്നു. ദൈവം എവിടെ നിന്ന് ഈ ആത്മാക്കളെ കൊണ്ടുവരുന്നു, എവിടെ നിന്നാണ് ഇവർ വന്ന് കയറുന്നത് ഒന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ആമേൻ. നിങ്ങളിൽ ആമേൻ പലരും ചെയ്യുന്ന പോലെ ആമേൻ സുവിശേഷീകരണത്തിനോ പോകാനൊന്നും സമയം ലഭിക്കാറില്ലെങ്കിലും ദൈവം ആളുകളെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ചരിത്രമുണ്ട്. അതൊരു പക്ഷേ ഈ പകൽ ഇവിടെ പറയുന്നത് അനിവാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ന്യൂ ഇന്ത്യയുടെ പെർമനന്റ് പ്രസിഡന്റായിരുന്ന വി എ തമ്പിച്ചായൻ, നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. തനിക്ക് ആമേൻ വലിയൊരു സർജറി കഴിഞ്ഞ്, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ്, വലിയൊരു സർജറി കഴിഞ്ഞ് ദൈവദാസൻ ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ മീറ്റിങ്ങുകൾക്ക് പോകുന്നില്ല, ശുശ്രൂഷകൾ ആമേൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ദൈവദാസൻ വിശ്രമത്തിൽ വീട്ടിലായിരിക്കുകയാണ്. ഏകദേശം തൻ്റെ വിശ്രമമൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ എനിക്ക് തോന്നുന്നു 4-5 മാസം കഴിഞ്ഞ ഒരു ദിവസം എന്നെ തമ്പിച്ചാൻ വിളിക്കുകയാണ്. മറിയാമ്മേൻ്റെ അറിയാതെയാണ് എന്നെ തമ്പിച്ചാൻ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ എവിടെയുണ്ട്? ഞാൻ തമ്പിച്ചായി ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട്. എന്താ, നീ വേഗത്തിൽ 2 ടിക്കറ്റ് പോയി എനിക്ക് ബുക്ക് ചെയ്ത് തരണം, 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, തമ്പിച്ചായ ഓക്കെ എവിടേക്കാ? മൈസൂരേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ട്രാവൽസിൽ ചെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് ഞാൻ തമ്പിച്ചാനെ വിളിച്ചിട്ട് ചോദിച്ചു, തമ്പിച്ചായ ആരൊക്കെയാ പേര് കൊടുക്കണം, എത്ര പേരുണ്ട്, ആ പേരൊന്ന് പറയാമോ? തമ്പിച്ചാൻ ഉടനെ പറഞ്ഞു, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ആദ്യം എഴുതി വി എ തമ്പി. ഞാനത് എഴുതി വെച്ചു. ഞാൻ ചോദിച്ചു, രണ്ടാമത് തമ്പിച്ചാൻ്റെ കൂടി ആരാ വരുന്നേ, ആ പേരുകൂടി പറ. തമ്പിച്ചാൻ പറഞ്ഞു CX ബിജു. ആമേ. ഞാൻ ചോദിച്ചു, തമ്പിച്ചായ ഞാനാണോ വരുന്നത്? എന്താ നീ വരത്തില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ ഞാൻ ഇതുവരെ തമ്പിച്ചാനോട് യാത്ര ചെയ്തിട്ടില്ല. തമ്പിച്ചാൻ്റെ കൂടെ ആമേൻ കാറിൽ പോലും ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അകത്തൊരു സംഭ്രമം. ഞാൻ ചോദിച്ചു, തമ്പിച്ചായ ഞാൻ വരണോ? തമ്പിച്ചാൻ പറഞ്ഞു നീ വരണം. അങ്ങനെ ഞാൻ മനസ്സോടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിയാമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബിജു എവിടെയാ? ഞാൻ പറഞ്ഞു കൊച്ചിയിലുണ്ട്. ആമ തമ്പിച്ചാൻ വിളിച്ചോ? ഞാൻ പറഞ്ഞു വിളിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഉടനെ മറിയാമ്മ എന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം, മോനെ അങ്ങേർക്ക് എന്തോ കുഴപ്പം പിടിച്ചിരിക്കുക, നീ അതിന് കൂട്ടു നിൽക്കരുത്. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ ചോദിച്ചു, എന്നാ ആന്റി? തമ്പിച്ചായനെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അറിയില്ലേ? ഞാൻ അറിയാം, വിശ്രമം കഴിഞ്ഞിട്ടില്ല. പുള്ളി ഇപ്പോൾ വിനോദ് പാഷന്റെ അവിടെ
പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുക. ഞങ്ങൾ ആരും സമ്മതിച്ചിട്ടില്ല, ഞങ്ങൾ അറിയാതെ എന്ന് വിളിച്ചത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമ്പിച്ചായൻ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, മറിയാമ്മേ നീ മിണ്ടാതിരിക്കെ, എനിക്കിതെല്ലാം കേൾക്കാം, നീ മിണ്ടാതിരിക്കെ, ഞാനാ ബുക്ക് ചെയ്തത്, ഞാൻ പോകും. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ മറിയാമ്മ എന്നോട് പറഞ്ഞു, മോനെ ഒരു രക്ഷയുമില്ല, ഒന്ന് സൂക്ഷിച്ചേക്കണേ. അങ്ങനെ കൊച്ചിയിൽ വരെ ആമൻ സജി കൊണ്ടുവന്നു. കൊച്ചിയിൽ നിന്ന് ഞാൻ ഒരു കർണാടക മൈസൂർ വണ്ടിയിൽ ബുക്ക് ചെയ്തത് കയറി. ഓരോ കട്ടറ ചാടുമ്പോഴും തമ്പിച്ചാൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ എനിക്ക് ഉറക്കമില്ല. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 5.5 മാസമേ ആയുള്ളൂ. ആമൻ തമ്പിച്ചായൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നീ ആ മാടക്കടയിൽ പോയിട്ട് 10 കപ്പലിന് മിഠായി മേടിക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആമൻ കേരളം കഴിയുന്നതിന് മുമ്പ് 10 കപ്പലിന് മിഠായിയും ഒറ്റക്കിരുന്ന് തിന്നു തീർത്തു. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങിയാണ്. നല്ല ഉറക്കമാണ്. ഏതായാലും വെളുപ്പിന് ആമൻ 6-7 മണിയായപ്പോൾ മൈസൂരെത്തി. തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചു. കുളിച്ചെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ചോദിച്ചു, എപ്പോഴാ മീറ്റിംഗ്? ഞങ്ങൾ എത്തിയത് ബുധനാഴ്ച രാവിലെയാ. എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ചയാ മീറ്റിംഗ്. ആമേൻ, നാളെ നമുക്ക് വിശ്രമമാണ്. അങ്ങനെ തമ്പിച്ചായൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ മൈസൂര് കൊട്ടാരം കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിലേ കണ്ടതാ. നിങ്ങൾക്കറിയാമല്ലോ, ഇതുവരെ തമ്പിച്ചായനെ പോലെ ഒരാളുടെ കൂടെ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ ആദ്യമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ, ഒരു ഭയം, ഒരു വിറയല് ഒക്കെ കൂടി എനിക്ക് പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, തമ്പിച്ചായ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ മൈസൂർ കൊട്ടാരം കണ്ടതാ, പറ്റില്ല, ഇന്ന് കാണണം. ആമേ തമ്പിച്ചായൻ ആമൻ ആ ജുബായൊക്കെ മാറ്റിയിട്ട് ഒരു പാന്റും ഷർട്ടും ഇട്ട് എന്നെ കൊണ്ട് മൈസൂർ കൊട്ടാരം കാണാൻ പോകുന്നു. ഓടി നടക്കുന്നു, ഞാൻ പുറകെ ഓടുന്നു. അവൻ കൊട്ടാരം കാണിച്ചു തരുന്നു, കസേരകൾ കാണിച്ചു തരുന്നു, രാജാവ് ഇരുന്ന പല്ലക്ക് കാണിച്ചു തരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു, ഹോട്ടലിൽ വന്നു, ആഹാരം കഴിച്ചു, വിശ്രമിക്കാൻ മുറിയിൽ പോയി, അല്പസമയം വിശ്രമിച്ചു. വൈകിട്ടത്തെ ഫുഡ് കഴിഞ്ഞ് വൈകിട്ട് ആഹാരം കഴിച്ച് ഞങ്ങൾ 10 മണിക്ക് റൂമിലെത്തി. 2 കട്ടിലാണ്. അവൻ തമ്പിച്ചായൻ കിടക്കുന്ന ഒരു കട്ടില്, തൊട്ടടുത്ത് എനിക്കൊരു കട്ടിലുണ്ട്. 10 മണിയായി റൂമിൽ വന്നപ്പോൾ തമ്പിച്ചായനോട് ചോദിച്ചു, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ കട്ടിൽ അടുപ്പിച്ചിട്. ഞാൻ കട്ടിൽ അടുപ്പിച്ചിട്ടു. ദൈവമക്കളെ, ചരിത്രം മാറാൻ പോകുന്ന ഒരു നിമിഷത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുകയാണ്. കട്ടിൽ അടുപ്പിച്ചിടാൻ പറഞ്ഞു. ഞാൻ കട്ടിൽ അടുപ്പിച്ചിട്ടോ. ഉടനെ തമ്പിച്ചായനോട് പറഞ്ഞു, ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരുന്നു. ഞാൻ ചില വചനം നിന്നോട് പറയും, വേഗത്തിൽ അതെടുത്ത് വായിക്കണമെന്ന് പറഞ്ഞു. തമ്പിച്ചായൻ വാക്യങ്ങൾ പറയാൻ തുടങ്ങി. ഒന്നിനു പുറകെ മറ്റൊന്നായി തിരുവചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോൾ ഞാനിങ്ങനെ കുറിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഏകദേശം 54 റെഫറൻസ് തമ്പിച്ചാൻ പറഞ്ഞു. അത് വേഗത്തിൽ ഞാൻ കുറിച്ചെടുത്തു. സമയം മുന്നോട്ട് പോയി കേട്ടോ. അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി, എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഏകദേശം 11:45 ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. 11:45 കട്ടിലെന്ന് എഴുന്നേറ്റിട്ട് തമ്പിച്ചായനോട് പറഞ്ഞു, മോനെ ഇറങ്ങി മുട്ട നിൽക്കാൻ പറഞ്ഞു. ഇറങ്ങി ഞാൻ മുഴങ്കാലിൽ നിന്നു. മുഴങ്കാലിൽ നിന്നപ്പോൾ മുതൽ എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് എന്താണെന്നറിയത്തില്ല. തമ്പിച്ചാൻ കട്ടിലെന്ന് എഴുന്നേറ്റ് എൻ്റെ അടുക്കലേക്ക് വന്ന് 2 കരങ്ങൾ മേലോട്ട് ഉയർത്തി. അവൻ ആത്മനിറവിൽ ഈ മനുഷ്യൻ വിറക്കുന്നത് കണ്ടു. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, ഈ മുറിക്കകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്താ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞ് എന്റെ തലയിലേക്ക് തമ്പിച്ചാൻ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് ഇവന്റെ മേൽ വീഴട്ടെ. ഞാൻ തെറിച്ച് ഒരു മൂലക്കോട്ട് പോയി വീണ് അവൻ അവിടെ കിടന്ന് ഞാൻ ആത്മാവിൽ നീന്തി തുടിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയണോ അവൻ എന്തൊക്കെ സംഭവിച്ചു എന്നെനിക്കറിയത്തില്ല. അല്പസമയം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തമ്പിച്ചാന്റെ കൂർക്കം വലിയേക്ക. അവൻ തമ്പിച്ചാൻ നല്ല ഉറക്കമാണ്. ഞാൻ എഴുന്നേറ്റിട്ട് എനിക്ക് ഇരിക്കാൻ ഒക്കുന്നില്ല. എന്റെ തല മുതൽ പാദം വരെ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. അന്ന് പാസ്റ്റേഴ്സ് മീറ്റിംഗ് രാവിലെ കയറി ചെന്നപ്പോൾ പാസ്റ്ററിനോട് തമ്പിച്ചാൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൽക്കോ. എഴുന്നേറ്റ് നിന്നത് അതിനകത്ത് ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ സഭയുടെ ചരിത്രം മാറാൻ തുടങ്ങി. ഈ പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അങ്ങനെ ഒരു അഭിഷേകം ഈ പകൽ ഇതിന്റെ മേൽ ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന എത്ര അഭിഷിക്തന്മാരുണ്ട്? ഇല്ല, ഞാൻ കൈവെക്കുമ്പോഴല്ല, ഇതിനകത്തിരിക്കുന്ന അതിശക്തന്മാരായ ദൈവിക അഭിഷിക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഈ പകൽ ഈ പന്തലകത്ത് ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് ആരാധിച്ച് ഈ 3-ാമത്തെ ദിവസം
ഉയർപ്പിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. പോരാ പോരാ, ആര് കാണികളായിരിക്കരുത്. പോരാ, ഇത് ഫയർ കോൺഫറൻസ് ആണ്. ആത്മാവിന്റെ നിറവ് ദൈവജനം പ്രാപിക്കട്ടെ. ആരാധിക്കാൻ മനസ്സുള്ള ദൈവജനം ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുക. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവകൃപ ചലിക്കട്ടെ. ഓ റിബനറബ സന്തലര പരിശുദ്ധാത്മ നിറവിൽ എന്നെ ഏൽപ്പിച്ച സമയം എനിക്ക് വേഗത്തിൽ നിർത്തണം. അതുകൊണ്ട് ഓടിച്ചു പറയട്ടെ, ദൈവദേവമേ, അഭിഷിദ്ധന്മാരെ, അവൻ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്. അവൻ ചെങ്കടലിന് മുമ്പിൽ വടി നീട്ടാൻ ഒരു മോശയുണ്ടെങ്കിൽ ചെങ്കടലെ പിളർത്താൻ ഈ പകലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പെട്ടകം തോളത്ത് വെച്ച് അവൻ കാല് യോർദാന്റെ വക്കത്ത് ചവിട്ടാൻ ഒരു പുരോഹിതൻ ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ മേലൊഴുക്കും അടിയൊഴുക്കും നിർത്താൻ ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇല്ല, അവൻ പഴയ നിയമത്തിൽ കല്ലിനകത്തോ എല്ലിനകത്തോ വടിക്കകത്തും വ്യാപരിച്ച അതേ ദൈവശക്തി ഈ പകൽ ഇതിനകത്ത് ഇരിക്കുന്ന എന്റെ മേലും നിങ്ങളുടെ മേലും എന്റെ ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ആരും പറഞ്ഞിട്ട് ആരാധിക്കരുത്, ആരും കൈയടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൈയടിക്കരുത്. ആത്മനിയോഗത്തിൽ ഒന്ന് കരമടിച്ച് ആരാധിച്ചോ കേട്ടോ. ഇതിനകത്തൊരു മഹത്വം ചലിക്കാൻ പോകുക. ദൈവജനമേ, ന്യൂയിന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ ചരിത്രത്തെ ദൈവം മാറ്റുന്നത് പോലെ ഒരു ദൈവിക നിയോഗം ഈ മൂന്നാമത്തെ ദിവസം ദൈവം ഈ പന്തലകത്ത് ദൈവം പകരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഒരുപാട് അഭിമാനത്തോടെയാണ് സ്തോത്രം ഇത് പറയുന്നത് കൊണ്ട് ദൈവമക്കൾ ദൈവദാസൻ ക്ഷമിക്കണേ. ഒരുപാട് അഭിമാനത്തോടെയാ ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്നത്. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിന്റെ പടി കാണുവാൻ കഴിയാത്ത എന്റെ പേര് ബിജു എന്നാണ്, BIJU എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത, മലയാള ബോർഡ് വായിക്കാൻ അറിയാത്ത, അക്ഷരം എന്തെന്നറിയാത്ത കേവലം മുക്കുവനായ ഒരു മീൻപിടുത്തക്കാരനായ എന്നെ ദൈവം വിളിച്ച് തെരഞ്ഞെടുത്ത ഈ സ്റ്റേജിൽ കയറ്റി നിർത്താൻ ഈ ദൈവപുത്രന്മാർ കാണിച്ച ആ സന്മനസ്സുണ്ടല്ലോ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചിലത് ഇതിനകത്ത് ഉരുവായി വരട്ടെ, അങ്ങനെ ചിലത് ഇതിനകത്ത് മുളച്ചു വരട്ടെ. വിശ്വസിക്കുന്നവരാ മെമ്പറോ? ദൈവമക്കളെ, ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ 1-2 ആലോചന പറഞ്ഞ് അവൻ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഉണർവ്? എന്ത് ഉണർവല്ല? ഒരു ഉണർവിനെ കുറിച്ച് പ്രസംഗിക്കാനാ ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. നാം ഉണർവ്, റിവൈവൽ എന്നൊക്കെ കേൾക്കുമ്പോ ആകാംക്ഷഭരിതരാകുന്നുണ്ട് അല്ലേ? റിവൈവൽ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? ഭയങ്കര ഉണർവായിരുന്നു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഉണർവായിരുന്നു. നമ്മൾ പലപ്പോഴും റിവൈവൽ, ഉണർവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ആരാധന, നല്ല ഡാൻസ്, നല്ല കയ്യടി, നല്ല നൃത്തം, നല്ല ശബ്ദം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഭയങ്കര ഉണർവായിരുന്നു. ഓ, ഒരല്ലി എന്ന് പറഞ്ഞേ. ഞാൻ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ എന്റെ മോനാ കീബോർഡ് വായിക്കുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഈ ജനത്തെ ആത്മനിറവിലേക്ക്, എന്ന് വെച്ചാൽ നമുക്കറിയില്ലേ, ആ അന്യഭാഷയുടെ സ്കെയില് കയറ്റി കൊണ്ടുവരാൻ ഞാൻ മോനോട് ഇങ്ങനെ കാണിക്കും. കേറ്റാൻ പറയും, ടെമ്പോ കേറ്റാൻ പറയും, കേറ്റിക്കൊന്ന് പറയും. ഒരു ദിവസം ഇവൻ എന്നോട് ചൂടായി. എന്റെ മൂത്തവൻ മീറ്റ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, പപ്പ ഇത് എവിടെയാ കേറ്റാൻ പറയുന്നേ? യമഹക്കാർ ഉണ്ടാക്കി വെച്ചതിന്റെ അങ്ങേ അറ്റം കയറ്റി വെച്ചേക്കുക. എന്നിട്ടും എനിക്ക് തൃപ്തിയില്ല. അവൻ ജനവാരാ, ഞാൻ പറഞ്ഞു കേട്ടടാ, കേറ്റ് കൂട്ട്. അവൻ ഹൃദയം കേറ്റി അങ്ങേ അറ്റം കയറ്റുക. ഒടിവേം പറഞ്ഞു, എന്റെ പൊന്നു പപ്പ, യമഹക്കാര് ഈ റിതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് ഒരു സ്കെയിലുണ്ട്. അങ്ങ് അറ്റം വരെ കയറ്റി ഇതിന് അറ്റം കയറ്റാൻ ഒക്കത്തില്ല. എന്താണെന്നറിയാമോ? ഇത്രയും റിതമിട്ടിട്ടും ഇത്രയും കൈയടിച്ചിട്ടും എന്റെ അകത്ത് ഒരു തൃപ്തിയില്ല. ജന ഉണർവ് പ്രാപിച്ചിട്ടില്ല, ജന ഉണർത്തപ്പെട്ടിട്ടില്ല എന്നൊരു ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഉദ്ദേശിച്ച ഉണർവ് ഈ ജനത്തിന്റെ നടുവിലില്ല. ഞാൻ ഉദ്ദേശിച്ച ഉണർവ് ഇവരുടെ മേൽ വരുന്നില്ല. എന്താണ് കാര്യം?
അന്ന് ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നീ ഉദ്ദേശിക്കുന്ന ഉണർവല്ല വേദപുസ്തകത്തിലെ ഉണർവ്. ആ ഉണർവ് വേറെയാണ്. ഒന്ന് കർത്താവിന് സ്വതന്ത്രം പറയാമോ? നീ പറയുന്ന ഉണർവ് റിഥത്തിന്റെ ഉണർവാണ്. നീ വിചാരിക്കുന്ന ഉണർവ് തുള്ളലിന്റെ ഉണർവാണ്. നീ വിചാരിക്കുന്ന ഉണർവ് ടെമ്പോ കൂട്ടി സ്കെയിൽ അടിക്കുമ്പോൾ അതിനകത്ത് സ്കെയിലിൽ കയറുന്നവണ്. അതല്ല വിശുദ്ധ ബൈബിളിലെ ഉണർവ്. അതിന് വ്യത്യാസമുണ്ട്. അതിന്ന് പകരം നമ്മൾ ഒരുമിച്ച് പ്രാപിക്കാൻ പോകുകയാണ്. പോരെ കർത്താവിന് നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് സന്തോഷം തോന്നി. ദൈവമക്കളെ, ഉണർവ് എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്തില്ല. റിവൈവൽ എന്നൊരു പദം പുസ്തകത്തിനകത്തില്ല. അത് നമ്മുടെ വാക്കാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഉണർവ് യോഗങ്ങൾ, ഉണർവ് മഹായോഗം എന്നൊക്കെ. എന്നാൽ ഉണർവിന് സമാനമായ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഉണർവെന്നല്ല. പകരം ചൈതന്യം എന്നൊരു വാക്കാണ്. ചൈതന്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് വാസ്തവത്തിൽ ഉള്ള റിവൈവൽ? വാസ്തവത്തിൽ ജനം അനുഭവിക്കേണ്ട റിവൈവൽ എന്താണ്? വേഗത്തിൽ ഒരു വേദവാക്യം നമുക്ക് വായിക്കണം. കുറിച്ചെടുക്കുന്നവരുണ്ട്, അവർക്കായിട്ട് ഞാൻ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 45 അതിന്റെ 27. ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ ജോസഫ് അഴച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എന്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി 45 അതിന്റെ 27. ജോസഫ് അഴച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. വാസ്തവത്തിൽ എന്താണ് റിവൈവൽ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ റിവൈവൽ, നിരാശയിലിരിക്കുന്ന ജനം പുറത്തു വരുന്നതിന്റെ പേര് റിവൈവൽ എന്ന് പറയുന്നത്. എവിടേക്കോ നിരാശപ്പെട്ടു പോയവർ, എവിടേക്കോ വഴിയടഞ്ഞു പോയവർ, എവിടേക്കോ അമ്മ അസ്തമിച്ചു എന്ന് പറഞ്ഞവർ, എവിടേക്കോ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞവർ, ഇനി മുന്നോട്ടൊരു ഭാവിയില്ല, ഇനി മുന്നോട്ട് ഒരു ജീവിതമില്ല, ഇനി മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ ദൈവം അഴക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പേരാണ് ചൈതന്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ദിവസം ആത്മനിറവിൽ വിളിച്ചു പറയട്ടെ, ഒരു ചൈതന്യത്തിന്റെ ഉണർവ് ഇതിനകത്ത് ദൈവം അടക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ ആഴമായി പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. എന്താണ്? 17-ാമത്തെ വയസ്സിൽ ആമേൻ ജോസഫ് ഒരു സ്വപ്നം കാണുന്നു. 17-ാമത്തെ വയസ്സിൽ കാണുന്ന സ്വപ്നം എന്നാണെന്നറിയാമോ? ആമേൻ കച്ചകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും വീണ് നമസ്കരിക്കുന്നു. ഈ കാഴ്ച കണ്ടു. ഇത് വ്യാഖ്യാനിച്ചത് ജോസഫ് അല്ല, ചേട്ടന്മാരാണ്. അവർ പറയുന്നു, ജോസഫേ, നീ പറയുന്നത് നിന്റെ അപ്പനും അമ്മയും നിന്നെ വീണ് നമസ്കരിക്കുമെന്നാണോ? ചേട്ടന്മാർ പറയുന്നു, ഞങ്ങൾ നിന്റെ മുമ്പിൽ വീഴുമെന്നാണോ? അവൻ യെസ് എന്നൊരു വാക്ക് പറഞ്ഞില്ല. എന്നാൽ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. സ്വപ്നം കൊടുത്ത ദർശനം പങ്കുവെച്ച ജോസഫിനെ 17-ാമത്തെ വയസ്സിൽ ആഹാരം കൊണ്ടുവന്നവനെ, ടിഫിൻ ബോക്സുമായി വന്നവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ട് ആമേൻ അവനെ ഇസ്മായിലിയർക്ക് നിസ്സാര വെള്ളിക്കാശിന് അവരെ വിട്ടുകളഞ്ഞു. സ്വപ്നം ഇതാ, കേവലം 6 അടി വലിപ്പത്തിലെ ഒരു കിണറ്റിനകത്ത് ഒതുങ്ങിപ്പോയി. ദൈവം കൊടുത്ത ദർശനം, ദൈവം കൊടുത്ത സ്വപ്നം 6 അടി വ്യാസമുള്ള പൊട്ടക്കിണറ്റിനകത്ത് ഒതുങ്ങിയപ്പോൾ ജോസഫ് വിചാരിച്ചു കാണും, ഈ ദർശനം ഇവിടം കൊണ്ട് തീർന്നെന്ന്. എന്നാൽ ഈ പകൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയാ, ദുഷ്ടപിശാചുരിക്കുന്ന ഏത് കിണറിന്റെ വലിപ്പത്തിലും നിന്റെ ദർശനം ഉടയാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. അതിനപ്പുറത്തുനിന്ന് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവന്ന് അവൻ ദർശനം തന്ന ദൈവം പൂർത്തീകരിക്കാൻ ഈ ദൈവം ശക്തനാണെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? അവ ദൈവത്തെ സ്തുതിച്ച്
പരിശുദ്ധാത്മ നിറവിൽ ഞാൻ ഈ ദൂതെന്ന് കൈമാറട്ടെ. ജോസഫ് വിചാരിച്ചു കാണും, എന്റെ സ്വപ്നം ഇതാ 6 അടി വേഷമുള്ള ഈ കിണറ്റിനകത്ത് അവസാനിക്കുന്നു. അഭിഷിക്തനെ തീരത്തില്ല കേട്ടോ. നിങ്ങളുടെ ദർശനം, നിങ്ങൾക്ക് ദൈവം എന്ന കാഴ്ചപ്പാട് അത് ഉടയാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. വിശ്വസിക്കുന്ന ദൈവപുത്രന്മാർ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ആഹാരം കൊണ്ടുവന്നവനെ പിടിച്ചു പൊട്ടക്കിണറ്റിലിട്ട് അവരാഹാരം കഴിക്കാനിരുന്നു. ആ കുഴിക്കകത്ത് കിടന്ന് വിളിയെല്ലാം വിളിച്ചട്ടും കേൾക്കാതിരുന്നപ്പോൾ ചേട്ടന്മാർ കേട്ടില്ല. പക്ഷെ കിണറ്റിനകത്തൊന്ന് വിളിച്ച വിളി മുഴുവൻ കേട്ട ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം വിധി എഴുതി വെച്ചു, ജോസഫേ, നീ കൊണ്ടുവന്ന ആഹാരം അവർ കഴിക്കാനിരുന്നിട്ട് നിന്നെ പിടിച്ച് കിണറ്റിനകത്തിട്ടെങ്കിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഇവന്മാരുടെ അന്നത്തെ മുട്ടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ വാതിൽ തുറക്കാൻ താക്കോല് നിന്റെ കയ്യിൽ തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അടിച്ചൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാന് ചിലരോട് അതിശക്തമായ ഒരു പ്രവചന ദൂത് ആത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഞാൻ ഈ പകൽ ചില ദൂതുകൾ കൈമാറുന്നു. അഭിഷിക്തനെ, നിങ്ങളോട് ഈ പകൽ പരിശുദ്ധാത്മാവ് ഒന്ന് കൈവക്കി പ്ലീസ്. ഇത് ഓക്കെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴമായ ഒരു ദൂത പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഒരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്റെ അരക്കച്ചയെടുത്ത് ആ മനുഷ്യനെ കൈകൾ ബന്ധിച്ചിട്ട് പറയുന്നു, ഇതുപോലെ യെരുശലേമിൽ നീ ബന്ധിക്കപ്പെടും. ഉടനെ അപ്പോസ്തലൻ പറയുന്നു, ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, ഞാൻ അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. എന്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നിങ്ങളുടെ മേൽ ഒരസാധാരണ വിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഈ സഭയുടെ നടുവിൽ പബ്ലിക് ഞാൻ ദൂത പറയുക, മഹത്വം നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം തിരിച്ചു കൊണ്ടുവന്ന കാളക്കുട്ടിയെ അറുത്ത് ആ വണ്ടി വെട്ടിക്കീറി അത് യാഗം കഴിച്ചെങ്കിൽ നിങ്ങളുടെ ജീവൻ വിലയേറിയതായി എണ്ണാത്തതുപോലെ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽ ആലോചന പറയുന്നു. അഭിഷിക്തന്മാരെന്ന് പ്രാർത്ഥിച്ച് അതിശക്തമായ ഒരു ദൈവിക വിടുതൽ ഈ ബുദ്ധന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കും. മാത്രമല്ല പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരസാധാരണ വിളി ആ വ്യക്തിയുടെ മേൽ ഉണ്ട് എന്ന് ആത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ച് ഒരു ദൈവിക നിയോഗത്തില ഈ പകൽ ഇതിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മീറ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോകുക. നിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോകുക. പ്രാപിച്ചോ? ഈ പകൽ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്നലകളിൽ ഏതൊക്കെയോ തടുത്തു വെച്ചതുപോലെ കെട്ടിവെച്ചതിനെ ദൈവം പൊട്ടിച്ച് പുറത്തുകൊണ്ട് വരുന്ന ഒരു പ്രഭാതമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ആലോചന പറയുന്നു. ആരാധിക്കാൻ മനസ്സുള്ള ദൈവന് കർത്താവിനെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഒരു ദൈവ സാന്നിധ്യം ഈ പന്തലകത്ത് ഈ പകൽ ചലിക്കട്ടെ. ദൈവപുത്രന്മാരെ, ഞാൻ ആ മെസ്സേജിലേക്ക് തിരിച്ചു വരട്ടെ. ആഹാരം കൊണ്ടുവന്നവനെ പിടിച്ച് കിണറ്റിലിട്ടിട്ട് അവൻ കൊണ്ടുവന്ന ആഹാരം അവർ കഴിക്കുമ്പോൾ സ്വർഗം എഴുതി വെച്ചു. എന്താണെന്നറിയാമോ? നിങ്ങൾ ആഹാരത്തിന് വേണ്ടി ഇവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. പോരാ, കാരണം ഉയർച്ച നല്ലൊരു ആമേൻ പറ. ആമേൻ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും? ആമേൻ. ഞാൻ ഇതൊക്കെ ഈ അഭിഷിക്തന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോ എനിക്കങ്ങനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നെ ദൈവം വിശ്വാസം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചരിത്രം ദൈവം മാറ്റും. അതുകൊണ്ട് ഈ ജോസഫൻ ഇസ്മായിലിയർക്ക് വിറ്റു. അവൻ വിൽപ്പന ചരക്കായി ഇതാ മിസ്രയീമിൽ നിൽക്കുകയാണ്. നാളുകൾ കഴിഞ്ഞു. 17-ാമത്തെ വയസ്സിൽ സ്വപ്നമുടഞ്ഞവൻ 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ജോസഫിനെ നോക്കി ഫറവോൻ പറയുന്നൊരു പേരുണ്ട്, ഇവനെ പോലെ
ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്ത് കണ്ടു കിട്ടുമോ? ആത്മാവിൽ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇതിനകത്ത് നിൽക്കുന്ന ചിലരെ നോക്കി ദുഷ്ട പിശാച് പറയട്ടെ, ഇവനാണ് വാസ്തവത്തിൽ ആത്മനിറവുള്ളവൻ, ഇവന്റെ മേലാണ് അഭിഷേകം ചലിക്കുന്നത്, ഇവന്റെ മേലാണ് ദൈവ സാന്നിധ്യം ചലിക്കുന്നത്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്. പണ്ടെങ്ങാണ്ടും പണിത ഒരു 2ാം രഥമുണ്ട്. ഇതൊക്കെ എടുത്തു പറയണമെങ്കിൽ സമയം ഒത്തിരിയാകും, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഫറവോന് ഒരൊറ്റ രഥം മതി. മിസ്രയീമിന്റെ ചരിത്രം പഠിച്ചാൽ ഫറവോന് ഒരൊറ്റ രഥമേ ഉള്ളൂ. പക്ഷെ മിസ്രയീമിൽ ആ ഷെഡിനകത്ത് ഒരു 2ാം രഥം പണിയിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുറെ പേർ ചോദിച്ചു, 38 അടി ഉയരം, അതിന് മകുടം ഏകദേശം 60 മീറ്റർ ആമേൻ വ്യസ്തത്തിൽ, അതിന് മകുടമുണ്ടാക്കി സ്വർണത്തിൽ തീർത്തെടുത്ത, അതിന്റെ വീല് തന്നെ ഏകദേശം 8 അടി ഹൈറ്റുള്ള ഒരു 2ാം രഥം നോക്കിക്കേ ഷെഡിൽ കിടപ്പുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാ? ഫറവോനെ. ഫറവോൻ അറിയത്തില്ല. ഉള്ളിൽ ഒരു ചിന്ത വന്നു, 2ാം രഥം ഉണ്ടാക്കിയിട്ടു. ആർക്കാ എന്തിനാ അറിയത്തില്ല. 2ാം രഥം ഷെഡിൽ കിടപ്പുണ്ട്. ആർക്ക് വേണ്ടിയാന്നറിയാമോ? ദർശനമുടയാത്ത നിനക്ക് വേണ്ടി. ഓ പോരാ 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 പോരാ. ദർശനമുടയാത്ത, കാഴ്ചപ്പാടുടയാത്ത, ദർശനത്തെ ചോദ്യം ചെയ്യാത്ത, അഭിഷേകം നഷ്ടപ്പെടാത്ത നിനക്ക് വേണ്ടി ഒരു 2ാം രഥത്തെ ദൈവം ഈ പകൽ മാറ്റിയിട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ സ്തുതിച്ച് ആമേൻ. ഫറവോൻ ഉണ്ടാക്കിയിട്ട ആ 2ാം രഥം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സന്നിപാസേ, ആ 2ാം രഥം ആർക്ക് വേണ്ടിയാന്നറിയോ? ആർക്ക് വേണ്ടിയാ? ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ 17 വർഷമായി ഈ 2ാം രഥം ആർക്ക് വേണ്ടിയെന്ന് മിസ്രയീമിൽ ഒരു ചോദ്യമുണ്ട്. എന്നാൽ ജോസഫിന്റെ സഹോദരങ്ങൾ ജീവനോടിരിക്കുന്നു എന്ന് ജോസഫ് അറിഞ്ഞപ്പോൾ അവൻ ഏറ്റവും കരഞ്ഞു. ആ കരച്ചിൽ ഫറവോന്റെ ഗൃഹം വരെ കേട്ടു. ഉടനെ ഫറവോൻ ചോദിക്കുന്നു, എന്തിനാ ജോസഫ് കരഞ്ഞത്? മറുപടി, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നു, എന്റെ പിതാവ് ജീവനോടിരിക്കുന്നു. ആ വാർത്തയറിഞ്ഞ മിസ്രയീമിലെ ഫറവോൻ ഇറക്കാൻ പറഞ്ഞു. ഏത്? പണിത് ഷെഡിനകത്തിട്ടിരിക്കുന്ന 2ാം രഥം. ഒരു സ്വോത്രം പറഞ്ഞ ദൈവമക്കളെ, ഞാനൊരു ദൂതങ്ങ് പറഞ്ഞോട്ടെ. നീ ദർശനം മുടക്കാതെ, നിന്റെ ദർശനത്തിന് മങ്ങലേൽക്കാതെ, നിന്റെ സ്വപ്നത്തെ തകർത്ത് കളയാതെ ഈ 30 വർഷം ഒന്ന് പരിപാലിക്കാമെങ്കിൽ ഉലകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു രഥം നിനക്ക് വേണ്ടി എന്റെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം പോരാ പോരാ, ആർപ്പോടെ ചെയ്യത്തോടെ ശക്തിയോടെ ആ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഈ 3ാമത്തെ ഈ പകൽ ദിവസത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ചിലത് എന്റെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. ചിലരുടെ ഹൃദയമെങ്കിലും, ചില ദൈവദാസന്മാരെങ്കിലും ബലപ്പെടാൻ വേണ്ടി പറയാം, ആമേൻ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് നിരാശയാ. എന്റെ വീട്ടിൽ ഞാൻ എപ്പോഴും എന്റെ വൈഫിനോട് പറയും, എങ്കിലും എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. വൈഫ് പറയും, ഉള്ളത് കൊണ്ട് സന്തോഷിക്ക്, ഇത്രയും മാനിച്ചില്ലേ. എന്നാലും ഞാൻ വീട്ടിൽ ചുമ്മാ ഇംഗ്ലീഷ് പറയും, വൈഫിനോട് ഇംഗ്ലീഷ് പറയും. പറയുന്നൊക്കെ പൊട്ടത്തെറ്റാ, ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷ്. ഒരു സ്വത്രം പറഞ്ഞേ, എന്നാലും മടിയില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം വൈഫും മക്കളും പറഞ്ഞു, എന്റെ പൊന്നു പപ്പ, ദൈവത്തെ ഓർത്ത് പബ്ലിക്കിൽ നിങ്ങൾ ഈ പൊട്ട ഇംഗ്ലീഷ് പറയല്ലേ. സ്വത്രം. അന്നുകൊണ്ട് വീട്ടിലെ ഇംഗ്ലീഷ് തീർന്നു. സ്വത്രം. പറയാൻ അനുവാദമില്ല. ഒരിക്കൽ ഫോർട്ട് കൊച്ചിയിൽ ആമൻ ബീച്ചിനടുത്ത് പ്രിൻസ് ഹോട്ടലിൽ ഒരു വർഷിപ്പ് നടക്കുക. ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധന കഴിഞ്ഞു. ആരാധന കഴിഞ്ഞ് എല്ലാവരും വെളിയിൽ പോയപ്പോൾ ഒരു സായിപ്പ് ആമൻ അതിനെ പുറകെ വന്ന് നിൽക്കുക. എല്ലാരും പോയിട്ടും സായിപ്പ് പോകുന്നില്ലേ. സായിപ്പ് പോകാത്ത കൊണ്ട് എനിക്ക് ഇറങ്ങാൻ വെക്കുന്നില്ല. ഇറങ്ങിയാൽ ഇവൻ ഹൗ ആർ യു ചോദിക്കും, തിരിച്ചു പറയാൻ എനിക്കറിയത്തില്ല. സായിപ്പ് പോകാതെ ഇറങ്ങത്തില്ലെന്ന് ഞാനും തീരുമാനിച്ചു. ഒടുവിൽ ആമേൻ എന്റെ ചർച്ചിലെ സെക്രട്ടറിയോട് ചോദിച്ചു, ഇവൻ എന്നെ പോകാത്തെ? അവന്
പാസ്റ്ററോട് സംസാരിക്കണം. ഞാൻ എന്റെ പൊന്ന് സായിപ്പേ, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, സ്ഥലങ്കാലിയാക്ക്. അവൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സംസാരിക്കണം. എങ്ങനെയെങ്കിലും ശല്യം തീർക്കാൻ ഇവനെ കൊണ്ടുവന്ന് ഒരു കസേര ഇട്ടിട്ട് പറഞ്ഞു, ഇരിക്കെന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നവർ പ്ലീസ് സിറ്റ് ഡൗൺ. സായിപ്പിനെ പിടിച്ചിരുത്തി. ഞാൻ എന്റെ പൊന്ന് കർത്താവേ, അബിമേലെക്ക് പറഞ്ഞ പോലെ ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടോ ഈ ഭ്രാന്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും തലേന്ന് കളയാൻ പ്രാർത്ഥിച്ച് കൈവച്ചു. എന്റെ ദൈവമേ, ആമേൻ, ഇവന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണേ. കൈവച്ചു. നമുക്കറിയാലോ, ഗേദി മുട്ടുമ്പോ വായി വരുന്ന ഒന്നുണ്ട്, അന്യഭാഷ പ്രസംഗം. അവൻ കിട്ടാതെ വരുമ്പോൾ ഒന്നെങ്കിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ അന്യഭാഷ. രണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ എന്റെ കൺട്രോൾ മൊത്തം അങ്ങ് പോയി. ചുരുക്കി പറഞ്ഞാൽ എന്റെ റിലേ അങ്ങ് അടിച്ചു പോയി. അന്യഭാഷ മാറാൻ തുടങ്ങി. ഇംഗ്ലീഷിലേക്ക് കയറി. ഈസും നാട്ടും നോട്ടും യേശുവൊക്കെ കയറി. അവൻ ഞാൻ ഓർത്തു, കണ്ണ് തുറക്കണ്ട, കണ്ണ് തുറന്നാൽ ഇംഗ്ലീഷ് പോയാലോ. കണ്ണ് തുറന്നില്ല, വേച്ചങ്ങ് പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോ സായിപ്പ് നെടുമ്പാണ് കിടക്കിയ. ഹല്ലേലൂയ. അവൻ എന്നോട് പറയാ, നീ പറഞ്ഞത് എന്റെ ലൈഫാണ്, എന്റെ ലൈഫാ നീ പറഞ്ഞത്. ആമ, എനിക്ക് ബാപ്റ്റിസം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിഗ്രി ഇല്ല, എനിക്ക് ഒന്നും ഇല്ല. പക്ഷേ സായിപ്പ് പറഞ്ഞു, എനിക്ക് ബാപ്റ്റിസം വേണം. നിങ്ങൾ കേൾക്കണോ? ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30 മണിക്ക് പോട്ട് വെച്ച് കടപ്പുറത്ത് കൊണ്ടുപോയി. ഫാദർ, സൺ ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ്, മുക്ക് ഒരു ഹല്ലേലൂയ എന്ന് പറ. ആമേൻ. എനിക്ക് അന്ന് മനസ്സിലായി, ഒന്ന് നിന്ന് കൊടുക്കാമെങ്കിൽ കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിന്റെ ചരിത്രം അറിയാം. ആത്മാവിൽ ഞാൻ നിറച്ചു പറയുക, ഇതിനകത്തിരിക്കുന്ന ചെറുടമേൽ ഒരു അസാധാരണമായ ഒരു പകർച്ച ഈ പകൽ സംഭവിക്കാൻ പോകുക. അന്യഭാഷ പ്രാപിച്ച ദൈവജന അന്യഭാഷയിൽ ആരാധിക്ക്. സഹോദരന്മാരെ, പോരാ, നിങ്ങളുടെ ദിവസമാണെന്ന് ആത്മനിറവ് പ്രാപിക്കേണ്ടവർ ആത്മനിറവ് പ്രാപിക്ക്. ഈ 3-ാമത്തെ ദിവസം ഈ പന്തലിൽ പോകുന്നത് വന്നതുപോലെയല്ല പോകുന്നത്. ഒരു ദൈവ സാന്നിധ്യം ചലിച്ച് ഒരു ദൈവകൃപ ഏറ്റെടുത്ത് മഹത്വത്തോടെ പോകട്ടെ. ഇന്ന് ഞങ്ങളുടെ ലൈവിൽ മീറ്റിംഗിൽ ലൈവിൽ കൂടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലത്തെ വൈകിട്ടത്തെ കൺവെൻഷൻ ഏകദേശം 300 ചില്ലാനം പേര് ലൈവിൽ ഉണ്ടായിരുന്നു. ഇന്ന് പകലും ഞങ്ങളെ ലൈവിൽ കാണുന്നവരുണ്ട്. അവർ ചിലർക്ക് തോന്നുന്നു അന്യഭാഷ വെച്ചുകെട്ട, അന്യഭാഷ വെറുതെ അല്ല. അന്യഭാഷ പറയുന്നവർ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. ഈ പന്തലകത്ത് ഒരുമിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് ആ കൈയടിച്ചൊന്ന് ആരാധിച്ച് ഒരു ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. അഭിഷിക്തന്മാർ ഇതിന് നടുവിലുണ്ടെങ്കിൽ പോരാ, അതിശക്തിയോടെ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്ക്. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇതിന് നടുവിലുണ്ട്. ദൈവത്തിന്റെ ശ്രേഷ്ഠ ബുദ്ധിന്മാർ ഇതിന് നടുവിലുണ്ട്. അവർ ഇറങ്ങി വന്നാൽ, അവർ നടന്നു പോയാൽ ഒരു ദൈവിക സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. Oh, riba baba na sante, rekena raba santo ribana, halka rabantala janal kara, ribal powdabal halkana, ribal powsham thadana. Udabanaga thura, janagadagal kara thalan, ribal powdabal halkana thalana. Hame tirichu varangato, രണ്ടാം രഥമിറക്കി. അഭിഷിക്തനെ, ജോസഫിന് പണിതിട്ട ഒരു 2ാം രഥം. കഴിഞ്ഞ ദിവസമാണ് ഈ ചരിത്രം എന്റെ ഉള്ളത്തിൽ ദൈവം ഇടപെട്ടത്. ദൈവം എന്നോട് ചോദിച്ചു, മോനെ, നീ അറിയാത്തൊരു 2ാം രഥം നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം മാറ്റിയിട്ടിട്ടുണ്ട്. ഒരാമൻ പറയുന്നേ. ഇതിനകത്തുനിന്ന് തിരിച്ചു പോകുമ്പോ അത് പ്രാപിച്ച പോകും. വിശ്വസിക്കുന്നവരാമൻ പറ. ജോസഫിന് ജീവനോടിരിക്കുന്ന അപ്പന്റെ അടുക്കലേക്ക് രഥം അടച്ചു. രഥം വന്ന് നിന്നു. ഞാൻ ഇമാജിൻ ചെയ്യുക, ഒരു വസ്ത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൻ. ഏത്? ജോസഫിന്റെ വസ്ത്രം. അതിൽ പതിഞ്ഞ ചോര എന്റെ മകന്റെ ചോരയെന്ന് പറഞ്ഞ് നെഞ്ചിടറി മുട്ടുകാലി വരച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോസഫിന്റെ അപ്പൻ യാക്കോബ് അന്ന് വീട്ടിൽ കയറിയതാ. ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. നിരാശ തളം കെട്ടി കിടക്കുന്ന ഈ മനുഷ്യനെ രൂപൻ വന്നിട്ട് പറയുക, അപ്പാ, ജോസഫ്
ജീവനോടിരിക്കുന്നു. ഓ, ഇത്ര ആരവം പോരാ ദൈവദാസന്മാരെ, ഉറക്കുമെന്ന് സ്തുതിച്ചേ. ജോസഫ് ജീവനോടിരിക്കുന്നു. ഈ 2023 ഈ മീറ്റിംഗിന്റെ 3ാമത്തെ ദിവസം അന്ധകാര വ്യാപാര പിശാചേ, ഞങ്ങളിവിടെ ജീവനോടിരിക്കുന്നു, ഞങ്ങളിവിടെ ജീവനോടിരിക്കുന്നു, ഞങ്ങളിവിടെ ജീവനോടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ. ഓ ഇന്ന് പകൽ ജീവനോടെ ഇരുത്തിയ ദൈവത്തിന് കരമടിച്ചൊന്ന് ആരാധിക്കാമോ? ആയുസോടെ ഇരുത്തിയ ദൈവത്തിന് നമ്മുടെ കഴിവല്ല കേട്ടോ, നമ്മുടെ മിടുക്കല്ല കേട്ടോ, നമ്മൾ കഴിച്ച ടാബ്ലറ്റിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഇഞ്ചക്ഷന്റെ ബലം കൊണ്ടല്ല. കൃപയാൽ 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 നാം ജീവനോടിരിക്കുന്നു. Thank you, Jesus. ഈ വാർത്തയറിഞ്ഞ യാക്കോബ് എന്റെ ഭാവനയാ, വിറച്ച് 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 പുറത്തു വന്നു. 10-17 വർഷം മുമ്പ് അടഞ്ഞുപോയ കണ്ണെല്ലാം തിരുമ്മി പിടിച്ച് ഈ മനുഷ്യൻ നോക്കിയപ്പോ ഒരു കാഴ്ച കണ്ടു. 10-38 അടി ഹൈറ്റുള്ള ഒരു സ്വർണ്ണരഥം വാതിക്കെ കിടക്കുന്നു. ഓ, ഒരു സ്വതന്ത്രം പറ. ബൈബിൾ പറയുന്നു ജോസഫ് ജീവനോടിരിക്കുന്നു എന്നും അവൻ അഴച്ച രഥവും കണ്ടപ്പോൾ വീണ്ടും ചൈതന്യം വന്നു. ഇതിന്റെ പേരാ റിവൈവൽ, അല്ലാതെ തുള്ളുന്നതിന്റെ പേരല്ല റിവൈവൽ. കൈയടിച്ച് ബഹളമുണ്ടാക്കുന്നതിന്റെ പേരല്ല റിവൈവൽ. നിരാശയിലിരിക്കുന്ന ജനം നിരാശ വിട്ട് പുറത്തു വരുന്നതിന്റെ പേര് ഉണർവെന്ന് പറയുന്നത്. ഈ 3ാമത്തെ ദിവസം ആരെങ്കിലും നിരാശയോടെ എന്റെ ശുശ്രൂഷ തീർന്നു, എന്റെ പരിപാടി കഴിഞ്ഞു, ആമേൻ, ഇനി എനിക്ക് മുന്നോട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ നിരാശയിൽ നിന്ന് ഈ ജനം പുറത്തു വരട്ടെ, അഭിഷേകത്തോടെ പുറത്തു വരട്ടെ, ദൈവകൃപയോടെ പുറത്തു വരട്ടെ. അതിന്റെ പേര് റിവൈവൽ. Praise God. Praise the Lord. എന്താ ഉണർവ്? നിരാശയിലിരിക്കുന്ന ജനം എന്ത് ചെയ്യണം? പുറത്തു വരണം, ചൈതന്യം പ്രാപിക്കണം. അതാ ഉണർവ്. അല്ലാതെ ഒരു മീറ്റിംഗിന് വന്നു, എന്താ മീറ്റിംഗിന്റെ പേര്? ഫയർ കോൺഫറൻസ്. പോകുമ്പോ തണുത്തുറച്ച ഐസ് പോലെയല്ല പോവേണ്ടേ, ആ നിരാശയൊക്കെ മാറിപ്പോണം. ഓ, ഒരു ഹല്ലേലൂയ പറ. ഓ, ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. നമ്മുടെ മുഖത്ത് ആ നിരാശ മാറട്ടെ. ആ നിരാശ തളം കെട്ടിയത് ഈ 3ാമത്തെ ദിവസം മാറട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ച മുഖത്തോടെ ആ കൈ കൊടുത്തെന്ന് പറ, ഇന്ന് നിരാശ മാറുന്നൊരു പകലാ. ഓ, പ്രൈസ് ദി ലോർഡ്. ഞാന് ഇടക്കിടക്ക് ചർച്ചിൽ പാടുന്നൊരു പാട്ടുണ്ട്. ആദ്യമൊന്നും പാടാൻ ഇഷ്ടമില്ലായിരുന്ന ആൾക്കാർക്ക്, പക്ഷെ പാടി കഴിഞ്ഞപ്പോ സന്തോഷമാ. അതിങ്ങനെയാ: നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. എന്തോ അത്ഭുതം പോലെ നോക്കിയിരിക്കുക. ആ നിരാശ മാറട്ടെ. ഒന്ന് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പറഞ്ഞേ, നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഒന്ന് പറയാമോ? നല്ലതേ 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 വരികയുള്ളൂ, നിനക്ക് നല്ലതേ 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 വരികയുള്ളൂ. നല്ല ചിരിച്ച മുഖത്തോട് പറ, എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ എന്ന് പറ. എന്തു വന്നാലും നല്ലതേ വരികയുള്ളൂ, നല്ലതേ 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 വരികയുള്ളൂ, എനിക്ക് നല്ലതേ എനിക്ക് നല്ലതേ നല്ലതേ വരികയുള്ളൂ. ഇത് ചർച്ചിൽ പാടി ആഴ്ച കള്ളം കയറി
ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് കീബോർഡും റിതം പേഡും എല്ലാം കാട്ടോണ്ട് പോയി. ആമേൻ. എന്റെ ചർച്ചിലെ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ തന്നെ വേണം. പാടിയപ്പോൾ ഓർത്തതാ അറ്റ്ലീസ്റ്റ് കീബോർഡെങ്കിലും കൊണ്ടുപോകുമെന്ന്. എല്ലാം അടിച്ചോണ്ട് പോയി. പിശാച് ചോദിച്ചു ഇനി എന്നെ പാടും. അന്ന് പാടിയ പാട്ടുണ്ട്, കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. കീബോർഡ് പോയാലും കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അതോ കീബോർഡ് പോയാലും റിതം പേഡ് പോയാലും നല്ലതേ വരികയുള്ളൂ. അതുകൊണ്ട് നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. നിരാശ എന്ന് പുറത്തു പറഞ്ഞു. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ജപ്തി വന്നു. സന്തോഷമായി. അപ്പൊ അടുത്ത വരി ഞങ്ങൾ പാടി, ജപ്തി വന്നാലും സ്വത്തു പോയാലും പറ, ജപ്തി വന്നാലും സ്വത്തു പോയാലും നല്ലതേ വരികയുള്ളൂ. അതുകൊണ്ട് നല്ലതേ 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 വരികയുള്ളൂ. പറ, നല്ലതേ 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 വരികയുള്ളൂ. രോഗം വന്നാലും ക്ഷീണം വന്നാലും നല്ലതേ വരികയുള്ളൂ. എന്തു വന്നാലും അതാ, രോഗം വന്നാലും ക്ഷീണം വന്നാലും നല്ലതേ വരികയുള്ളൂ. ശക്തിയോടെ പറ, നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. കൂടുമേ കൂടുമേ ഉന്മാലെ എല്ലാം കൂടും, കൂടാത്തത് ഒന്നുമില്ല, കൂടാത്തത് ഒന്നുമില്ലേ. കൂടുമേ എല്ലാം കൂടുമേ, ആമേൻ. ഉമ്മാലെ എല്ലാം സന്തോഷത്തോടെ പറയേ, കൂടാതത് ഒന്നുമില്ല, ഉമ്മാൽ കൂടാതത് ഒന്നുമില്ല. കൂടുമേ കൂടുമേ എല്ലാം കൂടുമേ, ഉമ്മാലെ എല്ലാം കൂടും, കൂടാതത് ഒന്നുമില്ല, ഉമ്മാൽ കൂടാതത് ഒന്നുമില്ല. എന്നാ ഉണർവ്? ഉണർവെന്ന് പറഞ്ഞാൽ നിരാശയിരിക്കുന്ന ജനം വെളി വരുന്നതിന്റെ പേരാ എന്ത്? ഉണർവ്. രണ്ട്, ഉണർവ് എന്താണ്? വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിക്കുന്നു. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ചു, അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു. രണ്ടാമത്തെ റീവൈവൽ ഇവിടെ. രണ്ടാമത്തെ ഉണർവെന്ന ശിംശോൻ വലിയ ശുശ്രൂഷ ചെയ്തു. വലിയ ശുശ്രൂഷ, ചെറുതല്ല, മറ്റാരും ചെയ്തിട്ടില്ലാത്ത വലിയ ശുശ്രൂഷ ചെയ്ത് അവസാനം ക്ഷീണിച്ച് തളർന്ന് അവസാനായി താൻ താഴെ വീഴുമ്പോൾ താൻ തന്നോട് തന്നെ പറയുന്നു, ദൈവമേ, ഈ മഹാജയം തന്ന ദൈവമേ, അങ്ങനെ ഉയർത്തി, അങ്ങനെ നടത്തി, അങ്ങനെ മാനിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്നു. ശത്രുവിന്റെ മുമ്പിൽ ഞാൻ അപമാനമാകും, ശത്രുവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെടും എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ താൻ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് ദൈവം ഒരു കുഴി പിളരുമാറാക്കി. അതിനകത്തുനിന്ന് വെള്ളം പുറത്തു വരാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു, താൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. ഏതാണ്
ആ വെള്ളമെന്നറിയണ്ടേ? അത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്ന ചിലർ ആത്മനദിക്കകത്തുനിന്ന് കുടിച്ച് ഈ മൂന്നാമത്തെ ദിവസം ഒരാത്മശക്തി പ്രാപിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ആത്മനിറവി ഞാൻ പറയട്ടെ, ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾ ഇതിനകത്തൊഴുകുന്ന ആത്മാവിന്റെ നദിക്കകത്തുനിന്ന് ആത്മാവിന്റെ ചൈതന്യം പ്രാപിച്ച് പുറത്തു വരിക. ആത്മാവിന്റെ നിറവ് ഏറ്റെടുക്കുക. ആത്മസാന്നിധ്യം ചലിക്കട്ടെ. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരോട് ദൈവദാസന്മാരോട് പറയട്ടെ, ഇന്ന് കേരളത്തിലെ വളരുന്ന പല ചർച്ചകളിലും ആമേൻ, അല്ലെങ്കിൽ ലീഡിങ് നിൽക്കുന്ന പല ചർച്ചകളിലും പോയി ആമേൻ അവരുടെ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുകയും അവിടെ അകത്ത് നടക്കുന്ന ദൈവപ്രവർത്തികൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു അഭിഷിക്ത നിലയിൽ ഞാൻ ആത്മനിറവിനെ കൊണ്ട് പറയട്ടെ, ഒരു അസാധാരണമായ ആത്മനദി നമ്മുടെ അകത്തൊഴുകിയില്ല എങ്കിൽ ഒരു വിടുതൽ ഇതിനകത്ത് സംഭവിക്കയില്ല. നാം നിൽക്കുന്നിടത്ത് ഒരാത്മനദി ഒഴുകണം. നമ്മുടെ സഭക്കകത്ത് ഒരാത്മനദി ഒഴുകണം. നമ്മുടെ ശുശ്രൂഷക്കകത്ത് ഒരാത്മനദി ഒഴുകട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമടിച്ച് ആത്മനിറവിൽ ആരാധിച്ചു വരോ. എന്റെ ആലയത്തിനകത്ത് ഒരാത്മനദി ഒഴുകട്ടെ. ആത്മാവിൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തമോട് പറയട്ടെ, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയല്ല നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ആലയത്തിൽ വ്യാപരിക്കട്ടെ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ദേശത്ത് വ്യാപരിക്കട്ടെ. ദേശം പിടിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പണ്ട് ആമേൻ കർത്താവിന്റെ ദാസൻ അയച്ചാൻ എന്നെ പ്രാർത്ഥിച്ച് ഫോട്ടോ വെച്ചിലാക്കുമ്പോൾ പ്രിൻസ് ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മുറിക്കകത്താണ് നമ്മുടെ ആരാധന. ആ ഹോട്ടൽ മുറി ജപ്തി ചെയ്തത് കാരണം ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് കിട്ടാൻ വഴിയില്ല. ആമേൻ 5 വർഷം മൈക്കില്ല, ഫാനില്ല, അതിനകത്ത് പ്രസംഗിക്കുക. 3 വസ്ത്രം കൊണ്ടുപോകും. ആദ്യത്തെ ആരാധന കഴിയുമ്പോൾ ഒന്ന് പിഴിഞ്ഞുടുക്കും, രണ്ടാമത്തെ ഇടും. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ 3 ഡ്രസ് മാറിയിടും. ആമേൻ. അതുപോലെ ദൈവത്തെ ആരാധിക്കും. കറണ്ടില്ല. ഒരു ദിവസം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ 4 വീടിനപ്പുറത്ത് നിന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ സണ്ണോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓടി വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഓടി വരണം. എന്നാ പറ്റി? ഓടി വാ. ഞാൻ ഓടിച്ചെന്നു. എന്നെ വലിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി, തന്റെ കിച്ചണിലേക്ക് കൊണ്ടുപോയി. ഞാൻ എവിടേക്കാ കൊണ്ടുപോകുന്നേ? വാ പാസ്റ്റേ. ഞാൻ ചെല്ലുമ്പോ കാണുന്നു തന്റെ വൈഫ് അടുക്കള തറയെ കിടക്കുന്നു. എന്നാ പറ്റി? അതിനെ ഭാഷ വിളിച്ചേ, നിങ്ങൾ അവിടെ പറയുന്ന ഭാഷ അവർ ഇവിടെ കിടന്ന് പറയുന്നു. സ്വതന്ത്രം. ആ പുള്ളിക്കാരത്തി ഇറച്ചിക്കറി വെച്ചോണ്ടിരിക്കുക അടുക്കള. അപ്പോ ഞങ്ങൾ അവിടെ അന്യഭാഷയിൽ അന്യഭാഷ പറയുമ്പോ ഈ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ചോദിച്ചു, ഇവരെല്ലാം ഈ പറയുന്നത് ഈ അന്യഭാഷ എന്നാ പറയുന്നത്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ പുള്ളിക്കാരത്തി പറഞ്ഞ് ഇറച്ചി ഇളക്കിക്കൊണ്ടിരുന്നതും ആടിച്ചങ്ങ് താഴെ വീണു. കത്തോലിക്ക. സ്വതന്ത്രം. ഞാൻ ചെല്ലുമ്പോ അവിടെ കിടന്ന് അന്യഭാഷ പറയുക. അച്ഛൻ പറഞ്ഞ എന്റെ പൊന്നു ഭാഷേ, നിങ്ങൾ അവിടെ പറഞ്ഞത് ഇവൾ ഇവിടെ കിടന്ന് പറയുക. അന്ന് മുതൽ കറണ്ട് ഫ്രീ. ഹല്ലേലൂയ. പോരുന്നത് വരെ കറണ്ട് ഫ്രീ. ഞായറാഴ്ച കുടിക്കാൻ വെള്ളം ഫ്രീ, കുടിക്കാൻ ചായ ഫ്രീ. ഒറ്റ അഭിഷേകം ഒഴുകിയത് ഈ പകൽ ആത്മനിറവെ പറയട്ടെ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ആലയത്തിന് ഇറങ്ങട്ടെ. ഒരാത്മനദി ഇതിനകത്ത് ചലിക്കട്ടെ. പോരാ പോരാ പോരാ. അതിശക്തിയോടെ ഒന്ന് ദൈവത്തെ ആരാധിച്ച്, ഒന്ന് ദൈവത്തെ സ്തുതിച്ച് നാം ഇരിക്കുന്ന ആലയത്തിനകത്ത് സാന്നിധ്യം ചലിച്ചേ പറ്റൂ. ഒരാത്മസാന്നിധ്യം ചലിക്കണം. പോരാ അഭിഷിക്തനെ, നമ്മുടെ കയ്യടി മാറട്ടെ, നമ്മുടെ ആരാധന മാറട്ടെ, നമ്മുടെ അന്യഭാഷ മാറട്ടെ, നമ്മുടെ നിറവ് മാറട്ടെ. പഴയ ആരാധന മാറുക, പഴയ കയ്യടി മാറുക. ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ നിറവ് ദേശത്ത് വ്യാപരിക്കട്ടെ, സഭക്കകത്ത് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, പട്ടണത്തിൽ വ്യാപരിക്കട്ടെ.
ഓ ശബലരഗദനര ഹൽകനരഗദൽ കരാന്തലര. അഭിഷിക്തന്മാരെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്നത് പലപ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോൾ മറ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നമ്മുടെ സ്റ്റേജാണ്. അതുകൊണ്ട് തന്റെ ഇടത്തോടും ധൈര്യത്തോടും കൂടെ ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ. കഴിഞ്ഞ 3 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഓടനവട്ടത്തേക്ക് മീറ്റിങ്ങിന് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ വാഹനത്തിൽ കയറും. വണ്ടി കയറി ക്ലാസ് ഇട്ട് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങും. മീറ്റിംഗ് സ്ഥലം വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വരികയാണ്. കാനഡയിലായിരിക്കുന്ന അൻസം പാർഷിന്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് പാർഷ് എന്നെ വിളിക്കുക, ബിജു പാർഷ്. അപ്പൊ ഞാൻ ഈ അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുക. ഈ മനുഷ്യൻ വിളിച്ചതും ഞാൻ വണ്ടിക്കകത്തിറങ്ങോ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പിന്നെ അനക്കമില്ല. ഞാൻ പിന്നെ ഹലോ 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 ഒരു അനക്കമില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വണ്ടി മൊബൈൽ ഓഫ് ചെയ്ത് വണ്ടി ഓടിച്ച് കായംകുളം വഴി ഞാൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കായംകുളം കഴിഞ്ഞപ്പോ വീണ്ടും ആ മനുഷ്യനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ ഭാഷേ ഹലോം പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോയി? ഭാഷേ ഹലോം പറഞ്ഞിട്ട് പോയതല്ല, ഹലോം പറഞ്ഞിട്ട് നിലത്ത് വീണതാ. ഞാൻ എന്നാ പറ്റി? ഭാഷാലോം പറഞ്ഞതും ഞാന് ഒരു കട്ടിലെ ഇരിക്കുക, എന്റെ തലയിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിച്ചു. അടിച്ച് ഞാൻ തറയെ വീണു. എന്റെ ഭാര്യ വന്ന് എന്നെ തൊട്ടു. അവളും ആത്മനിർഭർ പ്രാപിച്ചു. ഞങ്ങൾ ഒരു ആരാധന കഴിഞ്ഞു ഇതിനകത്ത് എഴുന്നേൽക്കുക. ആത്മനിർഭി പറയട്ടെ, ഇതിനകത്തിരിക്കുന്നവർ വെറുതെ പോകത്തില്ല. നീ ഇറങ്ങി പോകുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. നീ തൊടുന്നിടത്ത് ഒരു ദൈവകൃപ വ്യാപരിക്കാൻ പോകുക. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ അതിശക്തിയോടെ ആ കരമടിച്ച് നൃത്തം ചെയ്യണമോ നൃത്തം ചെയ്യ, തുള്ളിച്ചാടണമോ തുള്ളിച്ചാട്, ആത്മാവിൽ നീന്തണമോ ആത്മാവിൽ നീന്തി തുടിക്ക്. ഇതിനകത്ത് ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. എനിക്കറിയാം, പിടിച്ച കിട്ടാത്ത പോലെ, ഒരു ദേഹി പിളർന്ന പോലെ, ഒരു കുഴി പിളർന്ന് വെള്ളം ഒഴുകിയത് പോലെ ഒരാത്മ ചൈതന്യം. Oh, Shabalara Gatanaraba Santalara, Ribal Kadagam Tanajala Ragasi, Hote Ribantala Nagasi. Hallelujah! Amen. Praise the Lord. ആമേൻ. ഞാൻ സ്തോത്രം ആത്മാവി പറയട്ടെ. ആമേൻ. ഒരു നദി ഇതിനകത്തുനിന്ന് ഒഴുകട്ടെ. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് പറയുന്ന പോലെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് മരണ നദിയല്ല, ജീവജല നദി ഈ പകൽ ഒഴുകി തുടങ്ങട്ടെ. ഓ, താങ്ക് യു ജീസസ്. വിജയ്, ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. കേരളത്തിലെ ദൈവസഭകൾ വളരാൻ പോയ ഞാൻ ആ ദൈവശബ്ദം കേട്ടിട്ടാ ഇവിടെ നിൽക്കുന്നേ. ഓ, അഭിഷിക്തന്മാരെ, നമ്മളെ ദൈവം ഉപയോഗിക്കും. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ സഭ എണ്ണത്തിൽ ദൈവം പെരുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴമായ ഒരു ദൈവ പ്രവൃത്തി ആലയങ്ങളുടെ അകത്ത് ചെയ്യും. നമ്മുടെ മേലുള്ള അഭിഷേകത്തെ ദൈവം പുതുക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് കാലം മാറുകയാണ്. ജീസസ്. പെസഹ പെരുന്നാളിൽ ആരംഭിച്ച് കൂടാര പെരുന്നാളിൽ അവസാനിക്കുന്ന 7 പെരുന്നാൾ, നിസാം മാസം 1-ാം മാസം ആരംഭിച്ച് 7-ാം മാസത്തിന്റെ 15 മുതൽ 22 വരെയുള്ള ആഴ്ചകളിൽ അവസാനിക്കുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ആ കൂടാര പെരുന്നാളിൽ ആവർത്തനം 8 പറയുന്ന പോലെ, നീ ഭക്ഷിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ ഈ ദൈവത്തെ മറക്കരുത് എന്നുള്ളതിന്റെ പ്രതിനിധിയായി അവർ കൂടാര പെരുന്നാളിന് മരുഭൂമിയിൽ കൂടാരങ്ങളടിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു വന്നു. ആ കൂടാര പെരുന്നാളിന്റെ ഒടുവിലത്തെ ദിവസം, ശ്രദ്ധിക്കണേ, ഒടുവിലത്തെ ദിവസം മഹാപുരോഹിതൻ ചെയ്യുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. മഹാപുരോഹിതൻ ആലയത്തിനകത്തുള്ള സ്വർണ്ണപാത്രം കയ്യിലെടുത്ത്
ആലയത്തിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആലയത്തിന്റെ ചവിട്ടുപടി ചവിട്ടി ഇറങ്ങും. ഇറങ്ങുമ്പോൾ 111 സങ്കീർത്തനം മുതൽ 118 സങ്കീർത്തനം വരെ ചൊല്ലിക്കൊണ്ട് ഈ ആലയത്തിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴത്തൊരു കുളമുണ്ട്, ശീലോഹാം കുളം. ആ കുളത്തിലേക്ക് വരും. എന്നിട്ട് ആ സ്വർണ്ണ പാത്രത്തിൽ ശീലോഹാം കുളത്തിൽ നിന്നും അല്പം വെള്ളം കോരി വീണ്ടും ചവിട്ടുപടി കയറി ആലയത്തിലേക്ക് കയറി വരും. 111 സങ്കീർത്തനം മുതൽ 118 സങ്കീർത്തനം വരെ അവൻ വെള്ളം കോരുമ്പോൾ യെശയ്യാ 12 പറയും, അവൻ ജീവന്റെ ഉറവിൽ നിന്നും അവൻ വെള്ളം കോരുന്നു. ഈ വാക്യം അടിസ്ഥാനമാക്കി വെള്ളം കോരി വീണ്ടും കയറി വരും. യെരൂശലേം ദൈവാലയത്തിന്റെ അവൻ മധ്യഭാഗത്ത് അവിടെ ഒരു താമരത്തൊട്ടിയുണ്ട്. 12 കാളയുടെ പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 12 ബത്ത് വെള്ളം കൊള്ളുന്ന ഒരു താമരത്തൊട്ടി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ഉരുളി. ഈ ഉരുളിയുടെ ചുറ്റും 12 കാളയുടെ മുഖം കൊത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ വായിൽ 12 ടാപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ പുരോഹിതൻ കൊണ്ടുവന്നൊഴിക്കുന്ന വെള്ളം, ശീലോഹാം കുളത്തിലെ വെള്ളം ഈ തൊട്ടിയിൽ ഒഴിക്കുമ്പോൾ തൊട്ടിയിലെ വെള്ളം വിശുദ്ധമാകും. അവരുടെ ഭാഷ പറഞ്ഞാൽ ആത്മസാന്നിധ്യം നിറഞ്ഞ വെള്ളമാകും. ഈ വെള്ളം കാളയുടെ വായിലെ ടാപ്പ് തുറന്ന് കുറച്ച് കുടിക്കും, കുറച്ച് തലത്തേക്കും, കുറച്ച് കുപ്പിയിലാക്കി അവർ വീട്ടിൽ കൊണ്ടുപോകും. ചോദിക്കാം, സഹോദര, എന്തിനാ ഈ വെള്ളം? ഇനി അടുത്ത 7 മാസം പെരുന്നാളില്ല. ആ പെരുന്നാളില്ലാത്ത ദിവസം ഈ ആത്മസാന്നിധ്യം അനുഭവിപ്പാൻ ഈ വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ കുപ്പിയിലെ വെള്ളവും ഈ തലയെ തേച്ച വെള്ളവും ഈ നെഞ്ചത്ത് പുരട്ടിയ വെള്ളവും യേശു കണ്ടിട്ട് പറഞ്ഞു, ഹേ സഹോദര, വെള്ളം കാളയുടെ വയറ്റിൽ നിന്നല്ല വരേണ്ടത്, നിന്റെ അകത്തൊന്ന് വരണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ തൊട്ടിക്കകത്തൊഴിക്കുന്ന വെള്ളം തൊട്ടിക്കകത്തുനിന്ന് നേരെ കാളയുടെ വയറ്റിൽ ചെന്ന് വയറ്റിൽ കൂടി പിന്നെ വായിലോട്ട് വരും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാ വരേണ്ടത്, കാളയുടെ വയറ്റിൽ നിന്നല്ല. വിശ്വാസമുണ്ടോ? ഇന്ന് പകൽ പന്തിയിലിരിക്കുന്നവരുടെ അകത്തുനിന്ന് ആത്മനദി ഒഴുകേണ്ടത്. സഭ ചലിക്കണോ? നിന്റെ അകത്ത് ചലിക്കണോ? സഭ ഉണരണോ? നിന്റെ അകത്ത് ഉണർവുണ്ടാകട്ടെ. സഭ ഉണരണോ? നിന്റെ ഉള്ളിലൊരു തീ ഉണ്ടാവട്ടെ. Praise the Lord, praise the Lord. ആമേൻ. ഞാനൊരു 95 മുതൽ പൊതു ശുശ്രൂഷകനാ. IPC, ചർച്ചക്കോട്, AG, ന്യൂ ഇന്ത്യ എല്ലായിടത്തും പോയി പ്രസംഗിക്കും. ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര ആത്മസാന്നിധ്യം ചലിക്കുമ്പോ മോനെ ജനമെല്ലാം കൂടി പാസ്റ്ററായിട്ട് നോക്കും. പാസ്റ്റ് കൈയടിച്ചാൽ അവര് കൈയടിക്കും. പാസ്റ്റ് അനങ്ങാതിരുന്നാൽ ഇവരും അനങ്ങാതിരിക്കും. പാസ്റ്റർ നൃത്തം ചെയ്താൽ ഇവരും നൃത്തം ചെയ്യും. ഇത് കേരളത്തിലെ ദൈവസഭയും ദൈവമക്കളും തമ്മിൽ സെറ്റാക്കി വെച്ചേക്കുക. പാസ്റ്റ് കൈയടിച്ചാൽ വിശ്വാസി കൈയടിക്കും. പാസ്റ്റ് മേൽ നിറവ് വന്നാൽ വിശ്വാസി നിറവ് വരും. അങ്ങനെയാണെങ്കിൽ ഒരു സമാപനം ഇന്നുണ്ടാവണം. എന്തിന്? എന്റെ ഭാഷ പറഞ്ഞാൽ കൊടുവാൾ അഭിഷേകം തീരണം. ആത്മാവിന്റെ കാറ്റിന്റെ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കണം. ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. കൊടുവാൾ അഭിഷേകമല്ല വേണ്ടത്, ഒരാത്മ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. ഇതെവിടെ ആരംഭിക്കണോ? ഇത് നമ്മളിൽ ആരംഭിക്കണം. വിശ്വാസമുണ്ടോ? ആമേൻ. യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് ഈ വെള്ളം കാറ്റായിട്ട് വ്യാപരിച്ചത്. ആമേൻ. സമേൽ ഉണങ്ങിയ അസ്ഥിയുടെ മേൽ ഈ കാറ്റടിച്ചപ്പോൾ ഒരു മഹാസൈന്യമായി ഇത് എഴുന്നേറ്റതുപോലെ ഈ പകലാത്മാവിൽ പ്രവചിച്ചു പറയട്ടെ. ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൽ എല്ലാ ദൈവസഭകളിലോ എല്ലാ ദൈവദാസന്മാരിലോ എല്ലാ പ്രവർത്തന മേഖലകളിലോ ഈ നദിയോ ഈ കാറ്റോ ആഞ്ഞടിക്കട്ടെ.
നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ നാണം കെട്ടുപോകും. ക്ഷമിക്കണം പറഞ്ഞതിൽ നാണക്കേടായി പോകും. ഹൃദയത്തിൽ നിന്നാ പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പ് മതിയാക്കി മറ്റൊരു തലത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ നാണക്കേട് അനുഭവിക്കേണ്ടി വരും. സ്വോത്രം 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 സ്വോത്രം. എന്റെ ചർച്ചിൽ ഫോർട്ട് കൊച്ചിയില് ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരു പയ്യനുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ 3 സായിപ്പുമാർ വന്നിട്ടുണ്ട്. 5 ദിവസമായി അവരാഹാരം കഴിക്കുന്നില്ല, ഒരു വക കഴിക്കുന്നില്ല, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, അതാരാ? അവൻ പറഞ്ഞു, അന്വേഷിച്ചിട്ട് പറയാം. 4ാമത്തെ ദിവസം അവർക്ക് ഫുഡ് വേണമെന്ന് ചോദിക്കാൻ അകത്ത് ചെന്നപ്പോ അവനൊരു കാഴ്ച കണ്ടു. ആ മുറിക്കകത്ത് ആ ഡൈനിങ് ടേബിളിൽ ഒരു ബൈബിൾ ഇരിക്കുന്നു. ഇവൻ അടുത്ത വശം വെള്ളം കൊണ്ടെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അവരും പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. വാതിലടച്ചു. ആരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഒരു ബിലീവറാന്ന് പറഞ്ഞു. അയ്യോ, വിശ്വാസിയാണോ? അവൻ പതുക്കെ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാ. ഇവന് ഭയങ്കര ആകാംക്ഷയായി. ഓ, എന്ത് വേണേലും എന്നോട് പറയണം. വെളിയിലിറങ്ങി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, അവര് ദൈവത്തിന്റെ അഭിഷേകം. ഞാൻ ചെറുത പറഞ്ഞു, 4 പേരുണ്ട്. ഇവിടുത്തുകാരാ, ജർമ്മൻകാരാ. അന്നൊരു കാര്യം, ചർച്ചിലേക്ക് വിളിക്കുക. അവർ വരില്ല പാസ്റ്റർ. എന്നാ പറ്റി? അവർ വരില്ല. കാര്യം പറ. കാര്യം പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക്? ഇന്ന് കേട്ടിട്ട് പോവാം. അവര് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നവരാ, ശുശ്രൂഷിക്കാൻ വന്നവരല്ല. കഴിഞ്ഞ ദിവസം ലോക രാജ്യങ്ങളിലെ ശക്തന്മാരായ ദൈവപുത്രന്മാർ മുട്ടുമടക്കി അടുത്ത റിവൈവൽ എവിടെയാണെന്നറിയാൻ അവർ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവോട് പറഞ്ഞു, അടുത്ത റിവൈവൽ ഭാരതത്തിനകത്താണ്. ഇത് എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുന്നു, അടുത്ത റിവൈവൽ ആമേൻ ഇന്ത്യയിൽ നടക്കും. അടുത്തൊരു ഉണർവ് ഭാരതത്തിനകത്ത് നടക്കും. അടുത്തൊരു ഉണർവ് ഇതിനകത്ത് നടക്കും. വിശ്വസിക്കുന്നവർ ഇങ്ങനെ ആരാധിച്ച പോലെ തുള്ളിച്ചാടി ഒരാമേ പറ. അതിവിടെ സംഭവിക്കും, അത് ഇതിനകത്ത് സംഭവിക്കും, അതിവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ വേണ്ട ദൈവത്തെ സ്തുതിക്കാൻ. ജീസസ്. ആമേൻ. അടുത്തത്, അങ്ങനെ ഒരു ഉണർവുണ്ടെങ്കിൽ ഭാരതത്തിൽ ആ ഉണർവ് എവിടെന്നാ? ആമേൻ. 5 ദൈവദാസന്മാർ ഒരുമിച്ച് ആത്മാവിൽ ദർശനം കണ്ടു. അങ്ങനെ ഒരു ഉണർവുണ്ട്. അത് ഭാരതത്തിൽ, കേരളത്തിനകത്തുനിന്ന് ആ ഉണർവ് പുറപ്പെടും. ശ്രദ്ധിക്ക്. അതറിഞ്ഞ ആ ദൈവസഭകൾ, ആ ദൈവദാസന്മാർ അവരുടെ സഭയിൽ നിന്നും ചില പ്രതിനിധികളെ അവരയച്ചു കൊച്ചിയിലേക്ക്. ഭാരതത്തിൽ, കേരളത്തിൽ ഒരു ഉണർവുണ്ടായാൽ ആ ഉണർവിന് ഞങ്ങളും ഭാഗവാക്കറിയാൻ ജർമ്മനി ചർച്ചയിൽ നിന്ന് അവർ കൊച്ചിയിൽ വിട്ടിരിക്കുന്നു. കൊച്ചി കിടക്കുന്ന ഞാൻ താനാനപാടി നടക്കുമ്പോ ജർമ്മൻകാരൻ വന്നിരിക്കുന്നു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ പകൽ അഭിഷിക്തന് ഇതിനകത്തുനിന്ന് എഴുന്നേക്കട്ടെ, ഇതിനകത്തുനിന്ന് എഴുന്നേക്കട്ടെ. ചിലത് അമ്മ പ്രാപിക്കുന്ന, ചിലത് ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി, ചിലത് കത്തിക്കുന്ന, ചിലത് പുറത്തു വരുന്ന, ചിലത് അഭിഷേകമുള്ള, ചിലത് കളം മാറട്ടെ, കളം മാറട്ടെ, കളം മാറട്ടെ. അമ്മേ കുഞ്ഞുങ്ങളെ, ആത്മാവ് ഞാൻ പറയുക കേട്ടോ, ഒരു ചെറിയൊരു പാട്ടുപാടി ഇനി നിങ്ങൾ പോവരുത്. പാടാൻ സ്റ്റേജിൽ കയറിയാൽ കളം മാറിയിരിക്കണം. ഒരു പാട്ടിന് വരി പാടാൻ കയറിയാൽ അന്തരീക്ഷം മാറിയിരിക്കണം. അതിശക്തനായ മോറിസ് സിർലോ എന്ന് പറയുന്ന അശക്തനായ മനുഷ്യന്റെ ഒരു വീഡിയോ ഒരിക്കൽ ഞാൻ കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തി. താന് മീറ്റിംഗിന് വേണ്ടി ഗ്രൗണ്ടിൽ വരുന്നതിന് മുൻപ് താൻ താമസിക്കുന്ന മുറിയിൽ താൻ പ്രാർത്ഥിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മീറ്റിംഗിന് വരാൻ തന്റെ കോട്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിനകത്ത് വീഴ്ചയിലിരിക്കുന്നവർ ചാടി എഴുന്നേക്കാൻ തുടങ്ങി. വീഴ്ചായ ഞാൻ ആത്മാവിൽ കാണുന്നു. അത് ഇതിനകത്ത് സംഭവിക്കട്ടെ, അത് ഇതിനകത്ത് സംഭവിക്കട്ടെ. നിങ്ങൾ
വീടുകളിൽ സംഭവിക്കട്ടെ, നമ്മുടെ സഭക്കകത്ത് സംഭവിക്കട്ടെ, ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഓ, ചെറുത് കാണരുത്, ചെറുത് കേൾക്കരുത്, ചെറുതിന് വേണ്ടി കൊതിക്കം ചെയ്യരുത്. ഒരു ഹല്ലേലൂയ പറ, ഒരു ഹല്ലേലൂയ പറ. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഒരിക്കലൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഹൈവേ കൂടി വരുമ്പോ തമിഴ്നാട്ടിൽ ഒരു ഭയങ്കര മെഗാ ക്രൂസൈഡ് നടക്കുന്നു. ആ ക്രൂസൈഡിൽ അന്ന് 30,000-ത്തിലധികം ആളുണ്ട്. ആ ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് വണ്ടി മാറ്റിയിട്ടു. ഞാൻ ആ ക്രൂസൈഡ് ഇടക്കോട്ട് കയറി. എന്റെ കൂടെ അവിടെ തന്നെ. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. ഇവിടെ എവിടെ പോകുന്നു? ഞാൻ ആ ക്രൂസൈഡിനകത്തോട്ട് കയറി. തിക്കി ഞെരുക്കി ഏറ്റവും മുമ്പിൽ പോയി. മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കും, അവിടെ ഞാൻ പ്രസംഗിക്കും, അവിടെ ഞാൻ പ്രസംഗിക്കും. തിരിച്ചു വന്ന് കാറിൽ കയറപ്പോ എന്റെ കൂടെ ഉണ്ടാവിച്ചു. എന്തിനു പോയതാ? ഒന്ന് ക്ലെയിം ചെയ്യാൻ പോയതാ. അവരുടെ ചോദിച്ചു, എന്ത്? ആ സ്റ്റേജ് ഞാനൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. ഒരു ഹല്ലേലൂയ പറ. അവൻ ചിരിച്ചു. പക്ഷെ കോവിഡിന് തൊട്ടു മുമ്പുള്ള അവിടെ ജനറൽ കൺവെൻഷനിൽ ആമേൻ 28,000 പേരുടെ നടുവിൽ പ്രസംഗിക്കാൻ 2 ദിവസം എനിക്ക് അവസരം തന്നു. നിങ്ങൾ എന്ത് പറയുന്നോ അത് സംഭവിക്കാൻ പോകുക. നീ എന്ത് പ്രഖ്യാപിക്കുന്നോ അത് സംഭവിക്കാൻ പോകുക. അഭിഷിക്തന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് തിയോളജി അറിയില്ല. പക്ഷെ ഇന്ന് പകൽ ഒരാത്മനദി ഇതിനകത്ത് ഒഴുകിയാൽ ചർച്ചോക്കോടിൽ ഇതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവൻ ഇത്രയും ഫ്രീഡം ഉള്ള ഒരു വേദി ലോകത്തില്ല. ദൈവമക്കളെ, അവ തുള്ളണോ, ആരാധിക്കണോ, കൈയടിക്കണോ, നൃത്തം ചെയ്യണോ, അന്യഭാഷ പറയണോ, ഇവിടെ വിലക്കില്ല. അതുകൊണ്ടാണ് ഇത് വളരുന്നത്. ഞാൻ ആത്മാവിൽ കാണുന്നു, ഈ പന്തൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമഹത്വം ഇതിനകത്തുണ്ട്. എനിക്ക് പിന്നാലെ അഭിഷിക്തന്മാർ വരുന്നുണ്ട്. ഇതിനേക്ക് ശക്തമായ ദൈവിക ദൂതമായി ഇന്നാണ് എഴുന്നേൽക്കുന്നുണ്ട്. എന്റെ സമയം ഓടിപ്പോകുന്നു. എന്താ റിവൈവൽ? നിരാശയിലിരിക്കുന്ന ജനം പുറത്തു വരുന്നതിന്റെ പേരാ എന്ത്? അല്ലാതെ മീറ്റിങ്ങിന് വന്നതുപോലെ തിരിച്ചു പോകുമ്പോ ശ്മശാനത്തിലേക്ക് പോകുന്ന പോലെ ഒന്നും പോകരുത്. നിരാശ മാറിപ്പോണം. ഓരോ സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, എന്താ റിവൈവൽ? ക്ഷീണിച്ച് ഇനി ശുശ്രൂഷയില്ല, ഇനി എന്നെ കൊണ്ട് കൊല്ലില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്നെ ആത്മനദി കുടിപ്പിച്ച് ദൈവം നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സ്തോത്രം പറഞ്ഞേ. വിടില്ല നിങ്ങളെ, ദൈവം വിടില്ല. കർത്താവിന്റെ അഭിഷേകത്തിന് ദൈവം നിങ്ങളെ വിടില്ല. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളെ വിട്ട് കളയത്തില്ല ദൈവം. നിനക്ക് പകരം വേറെ ഒരുത്തനെ ദൈവം നോക്കത്തില്ല. നിനക്ക് പകരം നീ തന്നെയാ. മോശേ, നീ വിക്കനായിരിക്ക, നീ തടിച്ച നാവുള്ളവനായിരിക്ക. നിനക്ക് പകരം മറ്റൊരു മോശയെ ഞാൻ അന്വേഷിക്കത്തില്ല. തടിച്ച നാവ് വെച്ച് വിക്കനായ മോശേ, നിന്നെ തന്നെയാ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിനക്ക് പകരം വേറൊരാളില്ല. നിനക്ക് പകരം നീ തന്നെയാ. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. 3, ആമേൻ. എന്താണ് ആമേൻ ഉണർവ്? 1 രാജാക്കന്മാർ 17-ാം അധ്യായം 22-ാമത്തെ വാക്യം. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് ജീവൻ പ്രാപിച്ചു. എന്താ റിവൈവൽ? 3, ജീവൻ പ്രാപിക്കുന്നതിന്റെ പേരാ എന്ത്? അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്ത് പറ, ജീവൻ പ്രാപിക്കുന്നതിന്റെ പേരാ എന്ത്? ഒന്ന് പറഞ്ഞ മോനെ, ഒന്ന് പറഞ്ഞേ, എന്താ ഉണർവ്? ജീവൻ പ്രാപിക്കുന്നതിന്റെ. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി ഒന്നുകൂടി കൈ കൊടുത്ത് പറ, ജീവൻ പ്രാപിക്കുന്നതിന്റെ പേര്. ഒരു സ്തോത്രം പറ.
ഈ ജീവനുള്ളതിനൊക്കെ കണ്ടാൽ അറിയാം. ഒരു അല്ലലിയോ പറ. ഞാൻ തോമസ് കുട്ടി പാസ്റ്റേ, ഈ പലരും ചോദിച്ചേ, പാസ്റ്റേ ഈ ചർച്ചിൽ എങ്ങനെ ആളുകൾ വരുന്നേ? ഞാൻ ഏറ്റവും ഒരു മർമ്മം പറഞ്ഞു തരാം. നല്ലപോലെ ഒന്ന് ചിരിച്ചാൽ മതി, ആള് വരും. സ്വതന്ത്രം പറ. ഇൻസൈഡൊക്കെ ചെയ്ത് ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നാലൊന്നും വരില്ല. ഒന്ന് ചിരിച്ചാൽ മതി, ആള് വരും. ഞാൻ എന്നും സമയമായി, അതുകൊണ്ട് ചുരുക്കിയ, എന്നും പെട്രോൾ അടിക്കാൻ പോകുന്ന ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ അടിക്കാൻ കൊണ്ട് വണ്ടി നിർത്തും. അകത്ത് മാനേജർ ഇരിപ്പുണ്ട്, ഗ്ലാസിനകത്ത. ഞാൻ പെട്രോൾ അടിക്കുമ്പോൾ പുള്ളിയെ നോക്കി ചുമ്മാ ചിരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, സാർ 2 ദിവസമായി ചിരിക്കുന്നു, ആരാന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, സാറല്ല, പാസ്റ്ററാണ്. എന്നോട് പറഞ്ഞ് കണ്ടാ തോന്നില്ല. അതിലേലും അങ്ങനെയാ. സ്വോത്രം. അങ്ങനെ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ സാറ് ഇറങ്ങി വരും, കൈ കൊടുക്കും, ചിരിക്കും, ലോകിയം പറയും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടെയാ താമസിക്കുന്നത്. വന്നോട്ടെ, വാ. വീട്ടിൽ വന്നു, സ്വോത്രം പറഞ്ഞു, ഇച്ചിരി ദൂതൊക്കെ പറഞ്ഞു, കണ്ട വെളിപ്പാടൊക്കെ പറഞ്ഞു. എന്തായാലും പുള്ളി പിടിക്കപ്പെട്ടു. സ്വോത്രം. പുള്ളിയുടെ പേര് സുനി എന്നാണ്. പുള്ളിയുടെ അനിയൻ അനി ഇന്നലെ ഇവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അനിയന്റെ പേര് അനി, ഇളയവൻ വിനി. സുനി, അനി, വിനി. സുനി സൗദി അറേബ്യയിൽ, അനി ഖത്തറിൽ, വിനി ഇപ്പൊ ട്രഗിൽ. അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. എനിക്ക് നല്ല സ്വോത്രക്കാഴ്ചയും കിട്ടും. ഒറ്റ ചിരി കിട്ടിയതാണ്. അപ്പൊ ഞാനൊരു കാര്യം ഏറ്റെടുത്തു. സുവിശേഷം പിന്നെ പറയും, ഇപ്പൊ ചിരിയ. ഒരു അല്ലലി എന്ന് പറഞ്ഞ് ചുമ്മാ ചിരിക്കും. ഒരു അല്ലലി പറഞ്ഞ. ഇന്നലെ ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാമെന്ന് അവിടെ ചുമ്മാ ചിരിച്ചു. എവിടെ ചോദിച്ചു, എവിടെയാ? ഞാൻ പറഞ്ഞ ഫോട്ടോ വെച്ചാ. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, പാസ്റ്ററാ. എത്രയായി ബില്ല്? 240. വേണ്ട പാസ്റ്റർ, ഇരിക്കട്ടെ. 3 പൊറോട്ടയും ഒരു ബീഫ് കറിയും ഫ്രീ. ചിരി കൊടുത്താൽ മതി. ഇനിയെങ്കിലും അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് വെക്കുന്ന നല്ലൊരു ചിരി ഒന്ന് ചിരിച്ചു പറ. ജീവൻ പ്രാപിക്കണം. ജീവൻ കിട്ടുന്നതിന്റെ പേര്. അല്ലാതെ ഇങ്ങനെ വീർപ്പ് പിടിച്ച് മസലം പിടിച്ചിരുന്നിട്ട് എന്നാ ഗുണം? ഒരു അല്ലലി എന്ന് പറഞ്ഞേ, ഒരു ഹല്ലലി ഇറങ്ങി പറ. അങ്ങ് ചിരിക്കുന്നേ. ആമേ. ഉണർവെന്ന് പറയുന്ന ചിരിക്കകത്തുണ്ട്. സന്തോഷമുണ്ടോ? ഉണ്ടോ? ഒരു ഹല്ലലി പറ. അപ്പോ 3ാമത്തെ ഉണർവിന്റെ പേരെന്താ? ആമേൻ. ഏലിയാവ് മരിച്ച കുട്ടിയുടെ പുറത്തു കയറി കിടന്നു, കൈ രണ്ടും വെച്ചു, ആമേൻ, മുഖം വെച്ചു, എഴുന്നേറ്റു, വീണ്ടും കിടന്നു, വീണ്ടും എഴുന്നേറ്റു. ബാലൻ എഴുന്നേറ്റ് ജീവൻ പ്രാപിച്ചു. ജീവൻ പ്രാപിക്കുന്നതിന്റെ പേരാ റിവൈവൽ. ആലയത്തിനകത്ത് ജീവൻ ഉണ്ടാകട്ടെ, അതിന്റെ പേരാ ഉണർവ്. ആമേൻ. 4 ആമേൻ. സ്തോത്രം. അവസാനമായിട്ട് പറയാം. ആമേൻ. ഹോശയ്യ പ്രവചനം 6-ാമത്തെ, അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഹോശയ്യ പ്രവചനം 6-ാമത്തെ 1-ാം വാക്യം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് എന്ത് ചെയ്യുക? 4 അല്പം വ്യത്യാസമാ. എന്താ ഉണർവ്? മടങ്ങി വരുന്നതിന്റെ പേരാ ഉണർവ്. സ്വതന്ത്രം പറ. ഒരു സ്വതന്ത്രം പറയുന്നത്. ഞാൻ ഇവിടെ ബൈബിൾ കോളേജിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കുറച്ച് നാൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇവിടെ ഗന്നേസരത്ത് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇവിടെ നിന്ന് ആ ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു അപ്പച്ചനെ ഒരാളിങ്ങനെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി. അപ്പച്ചൻ ഇങ്ങനെ വിറച്ച് പോവുകയാണ്. അപ്പൊ എന്റെ കൂടെ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നോട് പറഞ്ഞു, ബിജു ഈ അപ്പച്ചനെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അറിയില്ല, വാന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്നാ അപ്പച്ച? അപ്പച്ചൻ പറഞ്ഞു, വയ്യ. എന്നെ ഈ അപ്പച്ചന് പ്രത്യേകത, ഈ അപ്പച്ചനെ ആ പണ്ട് ഇവിടെ വെച്ച് ആറ്റിക്കൂടി ഇങ്ങനെ നീന്തി പോയപ്പോ രക്താണലി കടിച്ചു. അണലി കടിച്ച് അപ്പച്ചൻ നോക്കിയിട്ട് അപ്പച്ചൻ ചോദിക്കുക,
നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ കടിക്കാൻ, എന്നെ കിട്ടിയുള്ളൂ എന്ന് ഈ കൂടെ ഉണ്ടായ പുള്ളി പറയുക. ഇതിങ്ങനെ മറിയുന്ന കണ്ടു. പിന്നെ പാമ്പ് അനങ്ങിയിട്ടില്ല. അപ്പച്ചൻ വീട്ടിൽ പോയി. ആ അപ്പച്ചനെ ഈ അപ്പച്ചനെന്ന് നമ്മൾ കടിക്കണ്ട, പാമ്പിനെ കാണുമ്പോഴേ ചത്തു വീഴുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഒന്ന് മടങ്ങി വന്നാലോ. അടൂര് ആമേൻ ഒരു YMCയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ജോൺ സാറുണ്ട്, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതാ. ജോൺ സാറ് പറഞ്ഞു, പാസ്റ്ററിന്റെ വീട്ടിൽ വരണം, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം. 99 വയസ്സുണ്ട്. ചെന്നപ്പോ കരിയിട്ട് പോലത്തെ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇരുമോനെ എന്ന് പറഞ്ഞു. എന്നോട് ജോൺ സാറ് പറഞ്ഞ അപ്പച്ചനെ അറിയോ? ഇല്ല. പാസ്റ്റർ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല. അയ്യോ, ഈ അപ്പച്ചനെ പ്രാർത്ഥിച്ച് ആനയാ മുട്ടുകുത്തിച്ചത്. ഞാൻ ഒന്നും നോക്കിയില്ല, മുട്ടയിൽ അങ്ങ് നിന്നിട്ടൊരു ഒറ്റ കിടപ്പ്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നപ്പച്ച ആ കൈയൊന്ന് ഇവിടെ വെക്ക്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉറുമ്പ് പോലും നിന്നിട്ടില്ല. അപ്പച്ചൻ ആനയെ നിർത്തിയിട്ട് നിൽക്കുക. 99 വയസ്സുണ്ട്, ചെടി വെക്കത്തില്ല. ഞാൻ ഉറക്കെ ചോദിച്ചു, അപ്പച്ച അതെങ്ങനെ സംഭവിച്ചു? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായുള്ളൂ മോനെ. ഞാൻ ഇവന്റെ അമ്മയും കൂടി ടാറ്റു കൊടുത്തു വരുമ്പോ ഒരിടവഴി വെച്ച് ആളുകൾ ഓടുന്നു, ആന വരണ്ടു, ഞങ്ങൾക്ക് ഓടാൻ വഴിയില്ല. എന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീക്കവിടെ, അച്ഛ ആന വരുന്നു, നീ നിക്കടി അവിടെ. കൈക്ക് പിടിച്ചു നിർത്തി. ഇടം വലം ആളുകൾ പറയുന്നു, ഓടിക്കോ ഉപദേശി, ആന വരുന്നു. ഉപദേശി പറഞ്ഞു, ഞാൻ ഓടത്തില്ല. ആന വരുന്ന കണ്ടിട്ട് വിര ചൂണ്ടിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിക്കവിടെ. ബ്രേക്ക് ഇട്ട് പോലെ നിന്നിട്ട് മുട്ടുമടക്കി. ഒരു സ്വത്രം എന്ന് പറ. ആ കാലം വരുന്നുണ്ട് ദൈവദാസനെ, ആ കാലം വരുന്നുണ്ട്. അങ്ങനെ ഒരു അഭിഷേകം ഈ ലോകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒരു നിറവ് എന്റെ മേൽ വേണമെന്ന്, അങ്ങനെ ഒരു ദൈവശക്തി എന്റെ മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ സ്തുതിച്ച് മടങ്ങി വരുന്നതിന്റെ പേരാ ചൈതന്യം. മടങ്ങി വരണം പഴയ പ്രാർത്ഥനയിലേക്ക്, പഴയ ആരാധനയിലേക്ക്, പഴയ അഭിഷേകത്തിലേക്ക്, പഴയ വിശുദ്ധിയിലേക്ക്, പഴയ വചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരിക. അതാണ് റിവൈവൽ. എനിക്ക് അനുവദിച്ച 5 മിനിറ്റ് കൂടി ഉണ്ട്. 5 മിനിറ്റിനകത്ത് പറയാം. മുടിയംപുത്രൻ മടങ്ങി വന്നപ്പോ അപ്പന്റെ വീട്ടിൽ ഉണർവുണ്ടായില്ലേ? ഈ 3-ാമത്തെ പകൽ, ഈ രാവിലെ സെക്ഷൻ ജനം മടങ്ങി വന്നാൽ ഇവിടെ ഒരു ഉത്സവം ഉണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ. ഇനി എന്റെ കൂട്ടു ശുശ്രൂഷകന്മാരോട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ 3 റിവൈവൽ പറയാം. 3 മേഖലയിൽ ഒരു ഉണർവ് വേണം. കേൾക്കാൻ സന്തോഷമുണ്ടോ? അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്ത് പറ, 3 മേഖലയിൽ ഒരു ഉണർവ് വേണം. 1, സങ്കീർത്തനം 85:6, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ഉറക്കൊന്ന് പറയാമോ? ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? 1-ാമത്തെ ഉണർവ് സമൂഹപരമായി നമുക്കൊരു ഉണർവ് ആവശ്യമാ. നമ്മുടെ സഭയിൽ ഒരു ഉണർവ് ആവശ്യമാ. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ഉണർവ് ആവശ്യമാ. നമ്മുടെ ദേശത്ത് ഒരു ഉണർവ് ആവശ്യമാ. നമ്പർ 2, സങ്കീർത്തനം 138:7, കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നീ നേരെ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. വ്യക്തിപരമായി ഒരു റിവൈവൽ വേണം. 3, ആമേൻ, സ്തോത്രം. ഹബക്കൂക്ക് 3:2, യഹോവേ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി കേട്ടു, ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യണമേ? ജീവിപ്പിക്കണമേ. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒരു ഉണർവ് ആവശ്യമാണ്. 1, സമൂഹപരമായി. 2, വ്യക്തിപരമായി. 3, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ
നമുക്ക് ഒരു റിവൈവൽ ആവശ്യമാണ്. എന്താണ് ഉണർവ്? ക്ഷീണിച്ചിരിക്കുന്ന ജനം ശക്തി ഏറ്റെടുക്കുന്നത് ആ ഉണർവ്. തളർന്നു പോയവർ ബലം പ്രാപിക്കുന്ന ഉണർവ്, ജീവൻ മടക്കി കിട്ടുന്ന ഉണർവ്, മടങ്ങി വരുന്നതിന്റെ പേരാ ഉണർവ്. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാനൊരു അവസരം കൂടി പറയാം. ഇവിടെ ഇരിക്കുന്ന ബീജായൻ, ബിലു തമ്പി, ഇവരുടെ അപ്പച്ചൻ അല്ലെങ്കിൽ ഇവരുടെ പിതാവ് മൈസൂർ കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് കയറ്റി 12 മണി വരെ എന്നോട് വചനം പറഞ്ഞിട്ട് എന്റെ തല കൈവച്ചിട്ട് ഒരു ലീഡർഷിപ്പിന്റെ അഭിഷേകം, ഒരു അപ്പോസ്തലിക അഭിഷേകം ഞാൻ നിന്റെ മേൽ കൈമാറുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്തില്ല എന്നെ സഭയെ ദൈവം വളർത്തു വന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു അഭിഷേകമുണ്ട്. ഇത്രയും ദൈവദാസന്മാർ അതിന്റെ നടുവിലുണ്ട്. അവർ കൈവച്ചാൽ നിങ്ങളുടെ മേലൊരു ഇമ്പാർട്ടേഷൻ വരും. വേഗത്തിൽ ചാടി ഒന്ന് എഴുന്നേക്കാമോ?